السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങളോടുമൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അവൻ്റെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ വിശ്വാസികളാണ്. വിശ്വാസം ജീവിതത്തിൽ മുറുകെ പിടിച്ച് മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ. പക്ഷേ ഈ പള്ളിയിലിരിക്കുന്ന ഞാനടക്കമുള്ള മുഴുവൻ ആളുകളിലും തീർച്ചയായും ഒരേ ഈമാനല്ല ഉണ്ടാവുക. നമ്മുടെ ഈമാൻ സ്വാഭാവികമായും ഏറ്റക്കുറച്ചിലുകൾ എല്ലാ സമയങ്ങളിലും സംഭവിച്ചുകൊണ്ടേയിരിക്കും. അൽ ഈമാനു യസീദു വയൻഖുസ്, ഈമാനു കൂടുകയും അത് കുറയുകയും ചെയ്യുന്ന, അത് എത്ര കണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടോ അതിൻ്റെ പ്രതിഫലനങ്ങളായിരിക്കും നമ്മുടെ ആരാധനകളിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിലുള്ള ഈമാന് വർദ്ധിക്കാനും അത് ദുർബലപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ എന്തു ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ ഓരോ ആരാധനാ കർമ്മങ്ങൾ പരിശോധിക്കുമ്പോഴും നമ്മുടെ ഈമാനിനനുസരിച്ചായിരിക്കും അതുണ്ടാവുക. നമ്മളെല്ലാ സമയത്തും ഒരുപോലെ എല്ലാ ആരാധനകളിൽ സമീപിക്കാറുള്ളത്. നമ്മൾ വ്യത്യസ്തങ്ങളായ ചിന്തകളിലൂടെ, ആലോചനകളിലൂടെ, ഭക്തിയോടുകൂടിയൊക്കെ നമസ്കാരങ്ങളെ അല്ലെങ്കിൽ മറ്റു ആരാധനാ കർമ്മങ്ങളെയൊക്കെ നമ്മൾ സമീപിക്കും. ഈ സമയത്തൊക്കെ നമുക്ക് തന്നെ മനസ്സിലാകും നമ്മുടെ ഈമാൻ ഇപ്പോൾ ദുർബലപ്പെട്ടു പോയിട്ടുണ്ട്, എങ്കിൽ പഴയതുപോലെ ഒരു ആവേശം, ഒരു ഉന്മേഷം ആരാധനകളിൽ ലഭിക്കുന്നില്ല എന്ന് നമുക്ക് തന്നെ തോന്നുന്ന ചില സന്ദർഭങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ഈമാൻ ദുർബലപ്പെട്ടു പോയി കഴിഞ്ഞാൽ, നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നും ഈമാൻ അത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ സംഭവിക്കാവുന്ന അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങളെ പണ്ഡിതന്മാർ വിവരിച്ചപ്പോൾ അവരൊന്നാമതായി എടുത്തു പറഞ്ഞ കാര്യം, ഒരാളുടെ ഹൃദയത്തിൽ നിന്നും ഈമാൻ കുറഞ്ഞു പോകുന്നു എന്നതിൻ്റെ അടയാളം അയാൾ തിന്മകൾ ചെയ്യാൻ യാതൊരു മടിയും അയാൾക്ക് തോന്നാതിരിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഈമാൻ ദുർബലപ്പെട്ടു പോയി കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം, പിന്നെ അത് ദുർബലപ്പെട്ടു പോയി, അത് തീരെ ഇല്ലാതായി, പിന്നെ ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ തന്നെ അല്ലെങ്കിൽ ഒരു വിശ്വാസി എന്ന വൃത്തത്തിൽ തന്നെ പുറത്തു പോകുന്നൊരു സാഹചര്യം പതിയെ അതൊരു ദൂരവ്യാപകമായി ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ ഈമാൻ ദുർബലപ്പെട്ടു പോകാതിരിക്കാനുള്ള എല്ലാ അവസ്ഥയും നമ്മളിൽ ഉണ്ടായിരിക്കണം. ഒരു മൊബൈലിൽ അതിൻ്റെ സ്ക്രീൻ ഗാർഡ്,
അതിലൊരു സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു തെളിമ കുറയും ആ സ്ക്രീൻ കാണുന്നിടത്ത്. വീണ്ടും വീണ്ടും അതിലിങ്ങനെ ചില പൊട്ടുകൾ വന്നു കഴിഞ്ഞാൽ ആ സ്ക്രീനിൽ വളരെ വ്യക്തതയോടുകൂടി കാണാൻ കഴിയാത്ത രൂപത്തിൽ പിന്നീട് നമ്മൾ അതിൻ്റെ സ്ക്രീൻ ഗാർഡൊന്ന് മാറ്റി കൊടുക്കും. അപ്പോഴാണത് ഒന്ന് വൃത്തിയാകുക. എന്നതുപോലെ മൊബൈലിൻ്റെ ഒരു ചാർജ് കുറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ചാർജ് ചെയ്യുന്നത് പോലെ ഈമാൻ നമ്മിൽ നിന്നും ദുർബലപ്പെട്ടു പോകുമ്പോൾ വീണ്ടും അത് ചാർജ് ചെയ്യുക, അല്ലെങ്കിൽ അത് പുതുക്കിക്കൊണ്ടിരിക്കുക എന്നത് വിശ്വാസിയുടെ ബാധ്യതയാണ്. അത് ദുർബലപ്പെട്ടു പോകുന്നതിൻ്റെ ഒന്നാമത്തെ അടയാളം നമ്മൾ തിന്മ ചെയ്യുമ്പോൾ നമുക്കൊരു മടിയും തോന്നുന്നില്ല എന്നുള്ളതാണ്. ഒരു പേടിയും ആ സന്ദർഭത്തിൽ തോന്നാതിരിക്കുക. നമ്മളൊരു പുതിയ തിന്മ ഒരു പ്രവൃത്തി ആരും കാണാതെ വളരെ രഹസ്യമായി ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു കുറ്റബോധം ആ തിന്മ തന്നെ രണ്ടാമത് ചെയ്യുമ്പോൾ ഒരാൾക്കുണ്ടാകില്ല. അയാൾക്ക് വീണ്ടും വീണ്ടും ആ തിന്മ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ പിന്നെ മനസ്സിനൊരു കുറ്റബോധമോ ഒരു പ്രയാസമോ തോന്നാത്തൊരവസ്ഥയിലേക്ക് അയാൾ മാറിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അയാളുടെ ഈമാൻ വലിയ തോതിൽ ദുർബലത സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരം ഓരോ ഘട്ടങ്ങളിലും നമുക്ക് തിന്മ ചെയ്യാൻ തിന്മകളോട് മടിയും പേടിയും തോന്നുന്നില്ല എങ്കിൽ നമ്മുടെ ഈമാനിന് വലിയ തോതിൽ അത് മെല്ലെ മെല്ലെ ഇങ്ങനെ മങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളെ പഠിപ്പിച്ചപ്പോൾ അയാൾക്കൊരു തിന്മ ചെയ്യുമ്പോൾ, ഒരു വിശ്വാസിയായ മനുഷ്യൻക്കൊരു തിന്മ പ്രവർത്തിക്കുമ്പോൾ അയാളുടെ ശരീരത്തിന് മുകളിലേക്കൊരു പാറക്കല്ല് വെക്കുമ്പോൾ എത്ര പ്രയാസത്തോടു കൂടി എത്ര ഭാരത്തോടു കൂടിയാണോ അയാൾ സമീപിക്കുക, അതുപോലെയായിരിക്കും ഒരു തിന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ. എന്നാൽ ഒരു മുനാഫിക്കായ കപടനായ ഒരു മനുഷ്യൻക്ക് അയാൾ ഒരു തിന്മ ചെയ്യുമ്പോൾ ഒരു മൂക്കിൻ്റെ അറ്റത്തൊരു ഈച്ച വന്നു നിൽക്കുമ്പോൾ എത്ര ലാഘവത്തോടു കൂടി അയാൾ അതിനെ തട്ടിക്കളയുമോ, അതുപോലെയായിരിക്കും ആ മനുഷ്യൻ തിന്മയെ സമീപിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വിശ്വാസിയുടെയും കപട വിശ്വാസിയുടെയും അടയാളങ്ങളെയാണ് പ്രവാചകൻ വളരെ വ്യക്തതയിൽ ഉപമിച്ചത്. ഇതുപോലൊരു തിന്മ ചെയ്യുമ്പോൾ ഒരു കുറ്റബോധം തോന്നാതിരിക്കുക, അല്ലെങ്കിൽ ഒരു മടി നമുക്ക് തോന്നാതിരിക്കുക, അല്ലെങ്കിൽ ഒരു പേടിയും ഒരു ഭയവുമൊന്നും ഉള്ളിൽ നിന്നും വരാതിരിക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ ഈമാൻ കുറഞ്ഞു പോകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളങ്ങളിൽ ഒന്നാണ്. രണ്ടാമത് പണ്ഡിതന്മാർ പറയുന്നത് അയാൾ ആരാധനകളിൽ അയാൾക്ക് ശ്രദ്ധ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. നമസ്കരിക്കാൻ നിന്നാൽ അയാൾക്ക് ശ്രദ്ധ കിട്ടൂല. അയാൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നെഞ്ഞത്ത് കൈവച്ചത് അയാൾക്ക് ഓർമ്മ ഉണ്ടാകും. പിന്നെ ഇമാം സലാം വീട്ടുമ്പോഴേ ആയിരിക്കും അയാളുടെ ഓർമ്മ അല്ലെങ്കിൽ അയാളുടെ ശ്രദ്ധ തിരിച്ചു വരിക. അത്രത്തോളം നമസ്കാരത്തിൽ വളരെ ലാഘവത്തോടു കൂടി നമസ്കാരത്തെ കാണുന്ന, അല്ലെങ്കിൽ തീരെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സുജൂദുകളും റുക്കൂകളും നിർവഹിക്കുമ്പോൾ പോലും ആത്മാർത്ഥതയില്ലാതെ ശ്രദ്ധയില്ലാതെ ഒരാൾ നമസ്കാരം കൊണ്ടുപോകുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അയാളുടെ ഈമാനിൽ എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ ഓരോ ആരാധനാക്രമങ്ങൾ നിർവഹിക്കുമ്പോഴും ഭക്തിയോടുകൂടി വളരെ ആത്മാർത്ഥമായി ആ ആരാധനാക്രമം നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥ വരാം. എന്താണെന്നറിയില്ല, എത്ര ശ്രദ്ധിച്ചാലും നമസ്കാരത്തിൽ ശ്രദ്ധ കിട്ടുന്നില്ല എന്ന് അയാളിങ്ങനെ പറയാം. അല്ലെങ്കിൽ അയാൾക്ക് അങ്ങനെ ആ ഒരു അവസ്ഥയിൽ തോന്നിക്കൊണ്ടിരിക്കുക. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ ഇതേ പ്രകാരം ശ്രദ്ധയില്ലാതെ ഭക്തിയില്ലാതെ വളരെ അശ്രദ്ധമായി യാന്ത്രികമായി ഒരു കാര്യം ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈമാനിന് ദുർബലത സംഭവിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രശ്നം എന്താ വെച്ചാൽ ആരാധനകൾ ചെയ്യാൻ മടി തോന്നുക എന്നുള്ളതാണ്. നമസ്കരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആലോചിക്കാൻ പോലും കഴിയില്ല. അതൊക്കെ നിസ്കരിച്ച് തീർക്കണമല്ലോ എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ ഈ തറാവീഹക്കൊന്ന് നിസ്കരിച്ച് തീർക്കുക, എത്രയാണ് ഇമാം ഓതുന്നത്, ഇതൊന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ എന്ന് വളരെ വിദൂരമല്ലെങ്കിൽ വളരെ ദീർഘമല്ലെങ്കിൽ കൂടി അയാൾക്ക് തോന്നും. ഓരോ റക്അത്തുകൾ കഴിയുമ്പോഴും ഇനി ഇത്രയല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അയാളുടെ മനസ്സിന് സ്വയം ഒരു ആശ്വാസം കണ്ടെത്തി ഈ നമസ്കാരം ചെയ്യാനൊരു മടി കാരണം അത് മെല്ലെ ഇങ്ങ് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ എന്ന് അയാൾക്ക് തോന്നിപ്പോവുക. അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യാൻ തുറന്നു വെച്ചാൽ 1-2 പേജുകൾ കഴിയുമ്പോഴേക്കും അത് പൂട്ടിവെച്ച് അതല്ലെങ്കിൽ അത് എടുത്തു വെച്ചാലല്ലാതെ അയാൾക്ക് സമാധാനം കിട്ടാത്തൊരവസ്ഥയിലേക്ക് അയാൾ മാറി. ഇങ്ങനെയൊക്കെ മനസ്സിലെ ആരാധനകൾ നിർവഹിക്കുന്നതിൽ വല്ലാത്തൊരു മടി തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നമ്മുടെ വിശ്വാസത്തിൽ കാര്യമായി സംഭവിച്ചിട്ടുണ്ട്. വൈദാ കാമു ഇലസ്വലാത്തി കാമു കുസാല എന്ന് വിശുദ്ധ ഖുർആൻ മുനാഫിക്കുകളെക്കുറിച്ച് പരിചയപ്പെടുത്തി. അവർ നമസ്കാരത്തിലേക്ക് നിന്നു കഴിഞ്ഞാൽ മടിയോടുകൂടിയല്ലാതെ അവർ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കൂലാണ്. നമസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു വല്ലാത്ത മടി തോന്നും. ഒരു 4 റക്അത്ത് ളുഹർ നമസ്കരിക്കുക,
അല്ലെങ്കിൽ ഒരു 2 റക്അത്ത് സുബ്ഹിക്ക് നമസ്കരിക്കാൻ രാവിലെ എണീറ്റ് പള്ളിയിലെത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ പ്രയാസമായിരിക്കും. അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഓരോ ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുമ്പോഴും ഖുർആൻ പാരായണം ചെയ്യുമ്പോഴൊക്കെ ഈ മടി നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഈമാനിൻ്റെ കുറവാണ് എന്ന് മനസ്സിലാക്കണം. എത്ര സമയം നമുക്ക് മൊബൈലിരിക്കുക, റീലുകളിൽ നിന്ന് റീലുകളിലേക്ക് പായും, അല്ലെങ്കിൽ ഷോർട്സുകളിൽ നിന്ന് ഷോർട്സുകളിലേക്ക് വളരെ വേഗത്തിൽ സഞ്ചരിക്കും. പക്ഷേ ഖുർആനിൻ്റെ ഒരു പേജിൽ നിന്ന് അടുത്ത പേജിലേക്ക്, അതേ അധ്യായത്തിൽ നിന്നും അടുത്ത അധ്യായത്തിലേക്ക്, ഒരു ജുസുയിൽ നിന്നും അടുത്ത ജുസുയിലേക്ക് വളരെ വേഗത്തിൽ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്കത് ചിന്തിക്കാൻ പോലും കഴിയില്ല. അത് വളരെ പ്രയാസമായി അയാൾക്ക് അനുഭവപ്പെടും. ദിക്ർ ചൊല്ലാൻ തോന്നൂല. രാവിലത്തെ ദിക്ർ ചൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അയാൾക്കത് വലിയ പ്രയാസമുള്ളതുപോലെ, അല്ലെങ്കിൽ അയാൾക്ക് ആലോചിക്കാൻ പോലും കഴിയാത്തൊരു കാര്യക്കാരൻ. രാവിലത്തെ ദിക്ർ ചൊല്ലുക, വൈകുന്നേരത്തെ ദിക്ർ ചൊല്ലുക, അല്ലെങ്കിൽ ഓരോ സമയങ്ങളിൽ വിശ്വാസിക്ക് പഠിപ്പിച്ചെന്ന ദിക്റുകൾ പതിവാക്കുക, ആ ദിക്റുകളിലൂടെ അയാളുടെ ജീവിതത്തെ കൊണ്ടുപോവുക എന്ന് പറയുന്നതൊക്കെ വലിയ മടിയായി അയാൾക്ക് തോന്നുക എന്നുള്ളത്. മറ്റൊരു പ്രശ്നം എന്താ വെച്ചാൽ ഉപദേശങ്ങൾ കേൾക്കാൻ തീരെ ഒരു വിശ്വാസിക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യർക്ക് താല്പര്യമില്ലാതിരിക്കുക. ഒരു മനുഷ്യർക്ക് ഉപദേശങ്ങൾ കേൾക്കാൻ താല്പര്യം കുറയുന്നുണ്ടെങ്കിൽ അയാളുടെ ഈമാനിനെ പരിശോധിക്കണം എന്നാണ്. കാരണം എന്താ വെച്ചാൽ ഉപദേശങ്ങൾ കേൾക്കുക എന്നുള്ളത് വിശ്വാസികൾക്ക് എപ്പോഴും ഉപകാരം നൽകിക്കൊണ്ടേയിരിക്കും. ഒരു ഉപദേശമാണ് എപ്പോഴും നമുക്ക് ഉപകാരം കിട്ടുക. നല്ലൊരു ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ കുറച്ച് സമയത്തിനൊക്കെ നമുക്ക് ആ ഈമാൻ ഇങ്ങനെ നിൽക്കും. കുറച്ച് കാലമൊക്കെ നമുക്ക് അതിങ്ങനെ നിലർത്തി കൊണ്ടുപോകാൻ കഴിയും. വീണ്ടും ഇങ്ങനെ ക്ലാസ് കേട്ടുകൊണ്ടേയിരിക്കണം. റമദാന്റെ തുടക്കത്തിൽ നമുക്കറിയാലോ, കുറേ നല്ല ഖുതുബകളും കുറേ നല്ല ക്ലാസ്സുകളും കേട്ടതുകൊണ്ട് തന്നെ അതിൻ്റെ തുടക്കമൊക്കെ വളരെ ഉഷാറായി പോയിട്ടുണ്ടാവും. ആദ്യത്തെ ആഴ്ചകൾ, രണ്ടാമത്തെ ആഴ്ചയൊക്കെ വളരെ ഉഷാറായി പോകും. പിന്നെ അങ്ങനെ മെല്ലെ മെല്ലെ മങ്ങി അതിൻ്റെ അവസാനത്തേക്ക് എത്തുമ്പോൾ വീണ്ടും ആ ഈമാൻ ദുർബലപ്പെട്ടു പോകുന്ന അവസ്ഥയും നമുക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയും. ഇതെന്താ വെച്ചാൽ നല്ല ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ വിശ്വാസിക്ക് നല്ലൊരു ഊർജ്ജം കിട്ടും, നല്ല ഈമാനികമായൊരു പവർ അയാൾക്ക് ലഭിക്കും. പക്ഷെ ആ ഉപദേശങ്ങൾ കേൾക്കാനൊരു മടി തോന്നും, അല്ലെങ്കിൽ അത് കേൾക്കാൻ തീരെ താല്പര്യം, അത് അലോസരമായി അയാൾക്കൊരു അപശബ്ദമായി ഒക്കെ അനുഭവപ്പെടുക. അങ്ങനെ ഉപദേശം കേൾക്കുക, അല്ലെങ്കിൽ ഖുർആനിൻ്റെ ഏതെങ്കിലും ഒരു ആയത്ത് കേട്ടാൽ, വളരെ സ്വാധീനമുണ്ടാക്കുന്ന ഒരു ആയത്ത് കേട്ടാൽ അയാൾക്കൊന്നും തോന്നില്ല. ഖുർആൻ അങ്ങനെ ഓതി അതിൻ്റെ അർത്ഥം കേൾക്കുന്നു, അല്ലെങ്കിൽ ക്ലാസ്സുകളിൽ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ ഇങ്ങനെ കേട്ടുപോകുന്നു, അയാൾക്കൊന്നും തോന്നുന്നില്ല, മനസ്സിൽ ഒരു ഫീൽ ഉണ്ടാക്കണില്ല. അങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതല്ലെങ്കിൽ നന്മകൾ ചെയ്യാൻ, പണം മുടക്കാൻ, അതിലേക്ക് സമ്പത്ത് കൊടുക്കാൻ, സമയം കൊടുക്കാനൊക്കെ വലിയ തോതിൽ മടി തോന്നുക. പണം കൊടുക്കാൻ കഴിയൂല, അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ വലിയ കാശൊക്കെ ഉണ്ടാവും, വലിയ പണക്കാരനായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ നിത്യച്ചെലവ് ഒഴിച്ചു നിർത്തിയാലും കുറച്ചൊക്കെ പണം സ്വതക്ക ചെയ്യാനുണ്ടാവും. എന്നാലും ആ പണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതെന്തോ ശരീരത്തിൽ നിന്നൊരു ഭാഗം മുറിച്ചു കൊണ്ടുപോകുന്നതിനേക്കാൾ വലിയ പ്രയാസകരം. അത്രത്തോളം ഈമാൻ ദുർബലപ്പെട്ടു പോയ ആളുകളായി നമ്മൾ മാറുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. മറ്റൊരു പ്രശ്നം, ദുനിയാവിനോട് നമുക്ക് വല്ലാത്ത ആർത്തി തോന്നുകയാണ്. ഇതൊക്കെയാണ് ഈമാൻ്റെ ദുർബലപ്പെട്ടു പോയാൽ ഉണ്ടാകുന്ന അടയാളങ്ങളാണ് പണ്ഡിതന്മാരിങ്ങനെ എണ്ണി പറയുന്നത്. ഈമാൻ ദുർബലപ്പെട്ടു പോയാൽ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ദുനിയാവിനോട് ഭയങ്കരമായ ആർത്തി തോന്നും. ഈ ഇഹലോകത്തിൻ്റെ വലിയ ആഗ്രഹങ്ങളുണ്ടാവും, വലിയ സ്വപ്നങ്ങൾ മുന്നിൽ വെച്ച് എല്ലാം മാറ്റിവെച്ച് വലിയ ത്യാഗങ്ങൾ അനുഭവിച്ച് ഇതിങ്ങനെ മുന്നോട്ട് പോവുക. എന്താണ്, മരിച്ചു കഴിഞ്ഞാൽ തീരാവുന്നൊരു ജീവിതത്തിലാണ് നമ്മൾ വലിയ ലക്ഷ്യങ്ങൾ വെച്ച് പോകുക. അതിനർത്ഥം ഒരു ലക്ഷ്യമില്ലാതെ ഇങ്ങനെ ഒരു വിശ്വാസി ജീവിക്കണം എന്നല്ല. പക്ഷെ പരലോകം മറന്ന്, ദീന് മറന്ന്, ദുനിയാവ് മറന്ന്, എല്ലാം മറന്ന് അയാൾ വെറും ഐഹിക ലോകത്തോട് ആർത്തി കാണിച്ച് അതിൻ്റെ പിന്നാലെ മാത്രം സഞ്ചരിക്കുക. പണവും അധികാരവും സ്വാധീനങ്ങൾക്കു വേണ്ടി മാത്രം ഒരു മനുഷ്യൻ ജീവിക്കുന്നുണ്ട് എങ്കിൽ അയാൾ കാര്യമായി പരിശോധിക്കണം. മറ്റൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈമാൻ വലിയ തോതിൽ ദുർബലം സംഭവിച്ചാലുണ്ടാകുന്ന മറ്റൊരു പ്രശ്നം, നമ്മുടെ മനസ്സിങ്ങനെ കടുത്തു പോകുന്നുള്ളതാണ്. തെറ്റുകൾ ചെയ്ത് നമ്മുടെ മനസ്സിങ്ങനെ കടുപ്പമായി അതൊരു പാറക്കല്ലിനേക്കാളും കട്ടിയുള്ളതായി മാറുന്നതാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി തരുന്നത്. സുമ്മ ഖസതു ഖുലൂബുകും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറ. ഒരു മനുഷ്യൻ്റെ ഹൃദയം അത് കല്ലുപോലെ കടുത്തു പോകും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഒരു മനുഷ്യൻ്റെ ഹൃദയം തിന്മകളിലൂടെ അതിങ്ങനെ കല്ല് കടുക്കുന്നത് പോലെ അതിൻ്റെ കട്ടി ആ മനുഷ്യൻ്റെ മനസ്സിൽ ഒരു ഈമാനികമായൊരു പ്രകാശവും ആ ഹൃദയത്തിലേക്ക് കയറാത്ത വിധം അത് അടഞ്ഞു പോകും, അത് വളരെ കട്ടിയായി മാറും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഔ അശദ്ദു ഖസ്വ, കല്ല് പോലെയല്ല, അതിനേക്കാളും ഒരുപക്ഷെ ഹൃദയം കട്ടിയായി മാറുന്നുള്ളൂ. അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടും. അങ്ങനെ അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താ വെച്ചാൽ, എന്തെങ്കിലും ഒരു വാർത്ത കേട്ടാൽ, ഒരാൾ മരിച്ചു, നമ്മുടെ കൂടെയുള്ള ഒരാൾ മരിച്ചു എന്ന് കേട്ടാലും അയാൾക്കൊരു സ്വാധീനം ഉണ്ടാകില്ല, അയാൾക്കൊരു പ്രശ്നമായി തോന്നില്ല. മരിച്ചു എന്നൊരു സാധാരണ ഒരു വാർത്ത കേൾക്കുന്നത് പോലെ അയാളങ്ങ് കേട്ടുപോകും. അല്ലെങ്കിൽ നമ്മുടെ ഒപ്പമുള്ള ഒരാൾ, അല്ലെങ്കിൽ കൂടെ നമുക്ക് പരിചയമുണ്ടായിരുന്നൊരു വ്യക്തി വലിയൊരു ആക്സിഡൻറ്റിൽ അകപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാലും നമുക്കൊരു ഫീലും തോന്നില്ല. അയാളെ കുറിച്ചൊരു പേടി, ഒരു ഖബർ കണ്ടാൽ തോന്നുന്നൊരു വേജാറുണ്ടാവില്ല, അതൊന്നും അയാൾക്ക് തോന്നൂല. അല്ലെങ്കിൽ ഒരു മരണം കണ്ടാൽ ഒന്ന് കണ്ണ് നിറയുമല്ലോ,
അങ്ങനെയൊന്നും ഫീൽ ചെയ്യാതിരിക്കുക. ഇങ്ങനെയൊക്കെ മനസ്സിൽ കടുപ്പമായി തിന്മകളിലൂടെ അത് കറവുരണ്ടു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈമാനിനെ പരിശോധിക്കേണ്ടതിരിക്കും. നമ്മളെ തന്നെ സ്വയം ചികിത്സകൾക്ക് വിധേയമാക്കേണ്ടതുണ്ട്. നമ്മുടെ ഈമാൻ ഹൃദയത്തിൽ നിറയാനുള്ള പരിഹാരങ്ങളിലേക്ക് തീർച്ചയായും വിശ്വാസികൾ പോകേണ്ടതുണ്ട്. ഒറ്റ കാര്യം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചുരുക്കി മനസ്സിലാക്കിയാൽ, ഈമാൻ എപ്പോഴും വർദ്ധിക്കുക നന്മകളിലൂടെയാണ്, ആരാധനകളിലൂടെയാണ് ഒരാളുടെ ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുക. തിന്മകൾ ചെയ്യും തോറും അയാളുടെ ഈമാൻ മെല്ലെ മെല്ലെ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടേയിരിക്കും. ഇമാം മാലിക് റഹിമുള്ള അടുക്കലേക്ക് ഒരു പിതാവ് തൻ്റെ മകനുമായി കടന്നു വന്നു. ഇമാം മാലിക്കിനോട് ആ പിതാവ് ചോദിക്കുന്നത്, ഈ കുട്ടിക്ക്, എൻ്റെ മകൻക്ക് എത്ര ഖുർആൻ പഠിച്ചാലും പഠിയുന്നില്ല, എത്ര ഖുർആൻ പഠിക്കണമെന്ന് ശ്രമിച്ചാലും ഇവൻ തീരെ പഠിക്കാൻ കഴിയുന്നില്ല, അങ്ങ് വല്ല ഉപദേശവും കൊടുക്കുമോ? ഇമാം മാലിക് റഹിമുള്ള തിരിച്ചു ചോദിക്കുന്നത്, ഈ കുട്ടി സംഗീതം കേൾക്കാറുണ്ടോ, പാട്ട് മ്യൂസിക് ആസ്വദിച്ചിരിക്കാറുണ്ടോ? അദ്ദേഹം നൽകിയ മറുപടി, അതേ, കുട്ടി ധാരാളമായി പാട്ട് കേൾക്കാറുണ്ട്. അപ്പോൾ ഇമാം മാലിക് റഹിമുള്ളോടെ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരു ഹൃദയത്തിലേക്ക് അള്ളാഹുവിൻ്റെ സംസാരവും ശൈത്താനിൻ്റെ കുഴലൂത്തും ഒരേ സമയം ഹൃദയത്തിലേക്ക് വരൂല. തിന്മകൾ വരും തോറും നന്മകൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഒരു സുന്നത്ത് വന്നു കഴിഞ്ഞാൽ ബിദഅത്ത് പോകുന്നത് പോലെ, ഒരു ബിദഅത്ത് വന്നാൽ സുന്നത്ത് നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ, ഒരു തിന്മ വന്നു കഴിഞ്ഞാൽ നന്മകൾക്ക് പിന്നെ അവിടെ സ്ഥാനമില്ല. നന്മകൾ കയറിക്കഴിഞ്ഞാൽ തിന്മകളും എല്ലാം ഇങ്ങനെ ഒഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. തിന്മകൾ കൂടുമ്പോൾ ഈമാൻ വലിയ തോതിൽ ദുർബലപ്പെടുകയും പിന്നെ ആ ഹൃദയം അടക്കപ്പെടുകയും അതിലേക്ക് അള്ളാഹുവിൻ്റെ പ്രകാശം കടക്കാത്ത വിധം, നൂറുല്ലാഹി ലാ യുഅ്താ ലിആസീന, അള്ളാഹുവിൻ്റെ പ്രകാശം ഒരു പാപിക്ക് കിട്ടൂല. ഒരു പാപിയുടെ ഹൃദയത്തിലേക്ക് അള്ളാഹുവിൻ്റെ പ്രകാശം, അവൻ്റെ പ്രഭ അതിലേക്ക് കടക്കൂല. അത്രത്തോളം അവൻ്റെ ഹൃദയം അടഞ്ഞു പോയിരിക്കും, കറപുരണ്ടു പോയിരിക്കും എന്നതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അതുകൊണ്ട് നമ്മുടെ ഈമാൻ ദുർബലപ്പെട്ടു പോകുന്നുണ്ടോ? നമുക്ക് ഈ പറഞ്ഞ അടയാളങ്ങൾ ഏതെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ? നമുക്ക് ആരാധനകൾ നിർവഹിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധ കിട്ടാതെ പോകുന്നുണ്ടോ? ഏതെങ്കിലുമൊക്കെ ചില തിന്മകൾ, അത് ചെറുതാണെങ്കിലും നിരന്തരം ആ തിന്മകൾ പ്രവർത്തിക്കുന്നതിലൂടെ അതിനോട് ഒരു പ്രശ്നമല്ലാതെ, ആ തിന്മ ചെയ്യുമ്പോൾ ഒരു പേടിയുമില്ലാതെ പ്രവർത്തിച്ചു പോകുന്ന അവസ്ഥകളുണ്ടോ? അല്ലെങ്കിൽ ഒരു മരണവാർത്ത കേട്ടാൽ, ഒരാൾക്കൊരു അപകടം സംഭവിച്ചു എന്ന് കേട്ടാൽ യാതൊരു പ്രശ്നവുമില്ലാതെ നമുക്ക് പോകാൻ തോന്നുന്നുണ്ടോ? അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് എങ്കിൽ സഹോദരന്മാരെ, നമ്മുടെ ഈമാനിന് വലിയ തോതിൽ ദുർബലം സംഭവിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മാറിക്കിട്ടാൻ, ആ ഈമാൻ നമുക്ക് പുതുക്കി കിട്ടാൻ, അല്ലെങ്കിൽ ഹൃദയങ്ങളിൽ ഈമാൻ വർദ്ധിക്കാനുള്ള പരിഹാരങ്ങൾ എന്താണ്? ഒന്നാമത്തെ പരിഹാരം, 10 പരിഹാരങ്ങൾ ഞാനിങ്ങനെ വളരെ വേഗത്തിൽ ഓടിച്ചു പറയാം. അതിൽ ഒന്നാമത്തെ പരിഹാരം, നമ്മൾ സ്വയം മാറണമെന്ന് വിചാരിക്കുക എന്നുള്ളതാണ്. നമ്മൾ സ്വയം മാറണമെന്ന് വിചാരിക്കേണ്ട, ഈമാൻ കുറഞ്ഞു പോയിട്ടുണ്ട്, എനിക്ക് ആരാധന ശ്രദ്ധ കിട്ടുന്നില്ല, അല്ലെങ്കിൽ മറ്റടയാളങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ട്, നമുക്ക് തന്നെ അറിയാലോ നമുക്ക് ഈമാൻ കുറഞ്ഞു പോയിട്ടുണ്ട്, നമുക്ക് സൂക്ഷ്മതയുണ്ടോ, രഹസ്യത്തിലും പരസ്യത്തിലും ഒക്കെ നമ്മൾ സൂക്ഷ്മതയോടുകൂടിയാണോ ജീവിക്കുന്നത് എന്നൊക്കെ നമുക്ക് തന്നെ മനസ്സിലാകും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്ക് സ്വയം ഒന്ന് മാറണം, ഈമാൻ വർദ്ധിപ്പിക്കണം. ഈ റമദാൻ കഴിഞ്ഞാലും ആ ഈമാൻ ഇങ്ങനെ നിലർത്തി കൊണ്ടുപോകാൻ പറ്റണം. ഈ റമദാൻ കഴിയുന്നത് വരെ വലിയ തോതിൽ ആരാധന നിർവഹിച്ച ആളുകൾ ഒരു സ്വിച്ച് ഇട്ടതുപോലെ ഒറ്റ സെക്കൻഡിൽ അവസാനിക്കും. പിന്നെ ഇങ്ങനെ കാണാൻ വെച്ച കുറേ സിനിമകളുടെ ലിസ്റ്റ് ഉണ്ടാവും, അതൊക്കെ ഇങ്ങനെ കണ്ടു തീർക്കും. അല്ലെങ്കിൽ ഖുർആൻ അന്ന് പൂട്ടി വെച്ചിട്ടേക്കാം, ഇനി അടുത്ത റമദാൻ തുറക്കുള്ളൂ. അല്ലെങ്കിൽ രാത്രി നമസ്കാരം അന്ന് അവസാനിപ്പിച്ചിട്ടുണ്ടാവും, പിന്നെ അടുത്ത റമദാൻ വരെ ഒറ്റ നോമ്പ് പോലും എടുക്കൂല. അങ്ങനെ ജീവിതത്തെ കൊണ്ടുപോകുന്ന മനുഷ്യരുണ്ടാവും. യഥാർത്ഥത്തിൽ അതിങ്ങനെ ഒറ്റടിക്കിന് അവസാനിച്ച് പോകേണ്ടതല്ലല്ലോ, അതിങ്ങനെ നിലനിന്ന് പോകണ്ടേ. ആ ഒറ്റ മാസം കൊണ്ട്, ഈ റമദാനിൻ്റെ പരിശുദ്ധമായ മാസം കൊണ്ട് നമ്മൾ നേടിയെടുത്തൊരു ഊർജം അതിങ്ങനെ 11 മാസത്തേക്ക് പ്രവഹിച്ചു പോകാനുള്ളതാണ്. പക്ഷെ അത് സംഭവിക്കുന്നില്ല. അല്ലെങ്കിൽ അത് വലിയ തോതിലൊന്നും കൂടുതൽ കാലമൊന്നും നിൽക്കാത്ത വിധം ഈമാൻ വലിയ തോതിൽ മാറ്റം സംഭവിച്ചു പോകുന്നു. ഇവിടെ നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനം, എനിക്ക് സ്വയം ഞാനൊന്ന് മാറും എന്നൊരു വിശ്വാസി തീരുമാനിക്കുക എന്നുള്ളതാണ്. നല്ലൊരു വിശ്വാസിയായി, ഈമാനുള്ള തഖ്വയുള്ളൊരു വ്യക്തിയായി ഞാൻ മാറും എന്നയാൾ സ്വയം തീരുമാനിക്കുകയും അതിനനുസരിച്ച് പ്രയത്നിക്കും എന്നയാൾ തീരുമാനമെടുക്കുക. കാരണം ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. സ്വയം മാറണമെന്ന് വിചാരിക്കാത്ത കാലത്തോളം അള്ളാഹു നമ്മെ മാറ്റുകയില്ല. സ്വയം ഞാൻ മാറണമെന്ന് വിചാരിച്ച് അതിലേക്ക് ഇറങ്ങുമ്പോൾ മാത്രമാണ് അള്ളാഹു ആ വഴികൾ എളുപ്പാക്കി തരാം. ഞാൻ മാറണ്ട എന്ന് സ്വയം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അതിലേക്ക് ഉള്ള വഴികൾ ഞാൻ തേടിപ്പോകുന്നില്ല എങ്കിൽ, ഒന്ന് നന്നാകണമെന്ന് സ്വയം ഞാൻ തീരുമാനിക്കുന്നില്ല എങ്കിൽ സുപ്രഭാതത്തിൽ നമ്മൾ നന്നാവുന്നില്ല. രാവിലെ എണീക്കുമ്പോൾ അയാൾ നല്ല വിശ്വാസിയായി മാറുന്നു, അങ്ങനെ സംഭവിക്കൂല. നമ്മൾ സ്വയം മാറണമെന്ന് വിചാരിക്കണം, അതിനനുസരിച്ച് പ്രയത്നിക്കണം, അതിൻ്റെ വഴികളിലേക്ക് സഞ്ചരിക്കണം. നമ്മൾ എത്ര അടുക്കുന്നോ അതിനേക്കാളും വേഗത്തിൽ അള്ളാഹു നമ്മയിലേക്ക് അടുക്കും. നമുക്ക് സ്വർഗം കിട്ടാനുള്ള വഴികളിലേക്ക് പ്രവേശിച്ചാൽ അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴികൾ എളുപ്പമാക്കി തരും. അതുകൊണ്ട് അത് നമ്മൾ സ്വയം ഒന്ന് മാറുന്നു ഈ തീരുമാനമെടുക്കാത്ത കാലത്തോളം ഞാനിനി പറയാൻ പോകുന്ന 9 പരിഹാരങ്ങളും നമുക്ക് യാതൊരു കാര്യം ഉണ്ടാവില്ല. ഈ ഒന്നാമത്തെ തീരുമാനം നമ്മൾ ശരിക്കെടുക്കുക എന്നുള്ളതാണ്.
ഞാൻ മാറുന്നതാണ് സ്വയം തീരുമാനിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ തീരുമാനിക്കുക മാത്രമാണ് ഞാൻ ഈ പറയാൻ പോകുന്ന 9 കാര്യങ്ങളും നമുക്ക് കാര്യം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് എഫക്റ്റ് ചെയ്യുള്ളൂ. ഈ ഒന്നാമത്തെ തീരുമാനം തന്നെ പാളിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ സ്വയം ഒന്ന് മാറും, എന്നിൽ വിശ്വാസം കൂടുതലായി വർദ്ധിപ്പിക്കാനുള്ള പരിഹാരങ്ങളിലേക്ക് ഞാൻ ചെല്ലും, അതിനുവേണ്ടി പ്രയത്നിക്കും, അതിനുവേണ്ടി ക്ഷമിച്ച് ചില തിന്മകൾ ഒഴിവാക്കി ജീവിതത്തിൽ ചില രസങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നൊരു വിശ്വാസി തീരുമാനം, ശക്തമായ തീരുമാനങ്ങൾ ഒരാൾ എടുക്കുക എന്നുള്ളതാണ്. ആ തീരുമാനം ഒരു പാറ്റൻ്റെ ആയുസ് പോലെ ആകരുത്. ഒരു പാറ്റൻ്റെ ആയുസ് ഉണ്ടല്ലോ, ഒരു വെളിച്ചത്തിൽ തട്ടിക്കഴിഞ്ഞാൽ ഒറ്റയെടുക്കാൻ കരിഞ്ഞു എന്നതുപോലെ അത്രത്തോളം ആയുസില്ലാത്ത ഈമാനാകുന്നത് നമ്മളത്. അത് തീർച്ചയായും മരണം വരെ വിശ്വാസം ഈമാൻ കൊണ്ടു നടക്കുന്ന ഒന്നാക്കി എൻ്റേതും മാറ്റും എന്നൊരാൾ ഉറച്ച് തീരുമാനിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ പരിഹാരം. രണ്ടാമത്തെ ഒരു പരിഹാരം എന്താ വെച്ചാൽ നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനോട് ശരിക്കും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഈമാന ലയഖ്ലഖു ഫീ ജൗഫി അഹദിക്കും, നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാൻ ഇങ്ങനെ ദുർബലപ്പെട്ടു പോയിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈമാൻ ഇങ്ങനെ ദുർബലപ്പെട്ടു പോയി അത് നുരുമ്പിക്കൊണ്ടേയിരിക്കും. കമാ യഖ്ലഖു സൗബ്, ഒരു വസ്ത്രം നുരുമ്പുന്നത് പോലെ. ഒരു വസ്ത്രം വാങ്ങി അതിങ്ങനെ കൂടുതലായി അത് അലക്കി അതിങ്ങനെ ഉപയോഗിച്ചു കൊണ്ടേയിരുന്നാൽ ആ വസ്ത്രം ഇങ്ങനെ ദുർബലപ്പെട്ടു പോകുന്നത് പോലെ, അതിങ്ങനെ നുരുമ്പി കേടായി പോകുന്നത് പോലെ, അത് പഴകിപ്പോകുന്നത് പോലെ നിങ്ങളുടെ ഈമാനും ഇങ്ങനെ ദുർബലപ്പെട്ടു പോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് എല്ലാ കാലത്തും അതിങ്ങനെ ഈമാൻ ഒരേ അവസ്ഥയിൽ ഒരേ നിറവിൽ നിൽക്കൂല, അതിങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ആ സമയത്തിന് അതിന് ആവശ്യമായ വെള്ളവും വളവും ഒക്കെ കൊടുത്ത് അതിങ്ങനെ വളർത്തിക്കൊണ്ടുവരിക എന്നത് വിശ്വാസിയുടെ ബാധ്യതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് ഈമാൻ കൂടിക്കിട്ടാൻ നിങ്ങൾ എന്തു ചെയ്യണം? ഫസ്അലുല്ലാഹ അൻ യുജദ്ദിദൽ ഈമാന ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈമാൻ ഇങ്ങനെ പുതുക്കി കിട്ടാൻ നിങ്ങൾ അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കണം എന്നാണ്. അള്ളാഹു ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഒരു ജീവിതത്തിൽ എപ്പോഴെങ്കിലും അതിങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അള്ളാഹുവെ ശരിക്കും ഈമാനുള്ള വ്യക്തിയാക്കി തരണേ, നല്ല സൂക്ഷ്മത കാണിക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാക്കി തരണേ, ആരാധനകളിൽ ആസ്വാദനം കണ്ടെത്തുന്ന ഒരവസ്ഥ ഉണ്ടാക്കണേ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ടോ? അങ്ങനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അതിൻ്റെ രണ്ടാമത്തെ പരിഹാരം. ശരിക്കും നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മളെല്ലാം അള്ളാഹിനോട് പറയണം. എല്ലാം അള്ളാഹിനോട് പറഞ്ഞാലാണ് നമുക്ക് കിട്ടുള്ളൂ. നമ്മളിങ്ങനെ വലിയ പ്രയാസമുള്ള കാര്യം മാത്രമേ പറയുള്ളൂ അള്ളാഹിനോട്. ഒരു കാര്യം ഉണ്ടായി അതുകൊണ്ട് നേടിയില്ല, പിന്നെ അടുത്ത കാര്യം നമ്മൾ ചെയ്തു നോക്കി അതുകൊണ്ട് നേടാൻ കഴിഞ്ഞില്ല. നമ്മൾ തലവേദന ഉണ്ടായി എന്താ ചെയ്യാം? തലവേദന ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം ഒന്ന് വിക്സ് തേക്കും. എന്നിട്ടും മാറിയില്ലെങ്കിലോ നമ്മളടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പോയി ഒരു മരുന്ന് കുടിക്കും. എന്നിട്ടും മാറിയില്ലെങ്കിലോ അതിനേക്കാളും വലിയൊരു ഹോസ്പിറ്റലിൽ പോകും. എന്നിട്ടും മാറിയില്ലെങ്കിലോ അതിനേക്കാളും വലിയ ഇനി കിട്ടാവുന്ന ഏറ്റവും വലിയ സംവിധാനങ്ങളിലേക്ക് ചെല്ലും. എന്നിട്ടും മാറിയില്ലെങ്കിലാണ് അള്ളാ എന്ന് വിളിക്കുള്ളൂ. അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്, ഇനി ആരും സഹായിക്കാനില്ല, ഭൂമി ലോകത്തെല്ലാവരും അവസാനിച്ചത് വരുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിനെ ശരിക്കും ആത്മാർത്ഥമായി വിളിക്കുള്ളൂ. യഥാർത്ഥത്തിൽ വിശ്വാസി ആദ്യം വിളിക്കേണ്ടത് അള്ളാഹാണ്. അവൻ്റെ ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാൽ പോലും അള്ളാ എന്ന് വിളിക്കൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ്, എത്ര നിസാരമായ എത്ര ചെറുതായ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും ഒരാളുടെ വിശ്വാസിയുടെ ഹൃദയത്തിലേക്ക് ആദ്യം വരേണ്ടെന്ന ചിന്ത അള്ള എന്നെ കാക്കുന്നതാണ്, അള്ള എന്നെ സഹായിക്കുന്നതാണ്. ഇങ്ങനെ വിശ്വാസിക്ക് എല്ലാ സമയത്തും അള്ളാഹുവിനോട് സംസാരിക്കാനും അവനോട് പരാതി പറയാനും അവനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാനും വിശ്വാസികൾ സമയം കണ്ടെത്തുന്നതാണ്. പക്ഷേ പലപ്പോഴും നമുക്കതിന് സമയമില്ല എന്നതാണ് എൻ്റെ സത്യാവസ്ഥ. അള്ളാഹുവിനോട് ചോദിക്കുന്നില്ലെങ്കിൽ അവനോട് അള്ളാഹു കോപിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നില്ല. നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാൻ പലപ്പോഴും സമയമില്ല എന്നാണ് മനുഷ്യൻ്റെ പ്രത്യേകത. നമ്മൾ പല ആളുകളോട് ചോദിക്കും, പല കാര്യങ്ങൾ നേടിത്തരാൻ പല ആളുകൾക്കും മുന്നിൽ പോകും, ദീർഘമായ യാത്രകൾ നടത്തി ആ മനുഷ്യനെ പോയി കാണും, ദീർഘനേരം ഫോണുകളിൽ സംസാരിക്കും, അയാളിൽ നിന്നും ആ കാര്യം സാധിപ്പിച്ച് കിട്ടുന്നത് വരെ നമ്മൾ അയാളുടെ പിന്നാലെ ഉണ്ടാകും. പക്ഷെ അള്ളാഹുവിനോട് അടുക്കുന്ന സമയത്ത് നമ്മൾ വേണോ വേണ്ടെന്ന് വിചാരിച്ചാണ് ചോദിക്കൽ തന്നെ. അതിങ്ങനെ ഒരു ചടങ്ങ് പോലെ നമസ്കാരത്തിന് ശേഷം കുറച്ച് നമുക്ക് കാണാതറിയാവുന്നൊരു പ്രാർത്ഥനകൾ ഉണ്ടാവും, അത് നിർവഹിച്ച് വളരെ വേഗത്തിൽ ഇങ്ങനെ സഞ്ചരിക്കാവുന്നതിനപ്പുറത്ത് വളരെ ആത്മാർത്ഥമായി ഹൃദയ സാന്നിധ്യത്തോടു കൂടി നമുക്ക് കിട്ടണമെന്ന് വിചാരിച്ച് കിട്ടുമെന്ന് ഉറപ്പിച്ച് നമ്മളൊരു കാര്യം ചോദിക്കലുണ്ടോ? നമ്മൾ അങ്ങനെ സമയം കണ്ടെത്താറുണ്ടോ? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വലിയ സമയം നമ്മൾ മാറ്റി വെക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ സഹോദരന്മാരെ, നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ വർദ്ധിക്കും, ഒരു സംശയവുമില്ല. അങ്ങനെ ഈമാൻ വർദ്ധിക്കാനുള്ളൊരു ചോദ്യം നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം. അള്ളാഹുവേ, എൻ്റെ ഹൃദയത്തിൽ ഈമാൻ പുതുക്കി കിട്ടണേ, എൻ്റെ ഈമാൻ ഇങ്ങനെ വർദ്ധിപ്പിച്ച് തരണേ, ഹൃദയത്തിൽ ഈമാൻ കൂട്ടിത്തരണേ, സൂക്ഷ്മത പാലിക്കുന്നൊരവസ്ഥ എന്നിൽ ഉണ്ടാക്കണേ എന്നൊക്കെ നമ്മൾ നിരന്തരം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നു. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ മൂന്നാമത്തൊരു പരിഹാരം, ഈമാൻ വർദ്ധിക്കാനുള്ള മൂന്നാമത്തൊരു പരിഹാരം, നമ്മൾ തിന്മയുടെ സാഹചര്യങ്ങളിലേക്ക് പോലും അടുക്കാതിരിക്കുക എന്നുള്ളതാണ്. തിന്മ ചെയ്യാതിരിക്കരുത് എന്നല്ല, തിന്മയുടെ സാഹചര്യങ്ങളിലേക്ക് പോലും പോകാതിരിക്കുക. ഫലാ തഖ്റബു സിന, നിങ്ങൾ സിന ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത് എന്നല്ല ഖുർആൻ പറയുന്നത്. വ്യഭിചാരത്തിലേക്ക് അടുക്കുക പോലും ചെയ്യരുത്.
അതിൻ്റെ സാഹചര്യങ്ങളിലേക്ക് പോലും നിങ്ങൾ പോയി നോക്കരുത്. കാരണം ഒരു സാഹചര്യത്തിലേക്ക് എത്തി ചുറ്റുപാട് മുഴുവൻ തിന്മയുടെ സാഹചര്യമാണെങ്കിൽ സ്വാഭാവികമായും ആ മനുഷ്യൻ തിന്മയിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അയാൾ തിന്മയിലേക്ക് വല്ല വഴുതി വീഴും. അത്രയൊന്നും ഈമാനിൽ പിടിച്ചു നിൽക്കാൻ പല ആളുകൾക്കും ഭൂരിപക്ഷം മനുഷ്യർക്കും കഴിയൂല. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളിലേക്ക് തന്നെ പോകാതിരിക്കുക എന്നതാണ് വിശ്വാസി എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. തിന്മയുടെ സാഹചര്യത്തിലേക്ക് തന്നെ പോകാതിരിക്കുക, അതിൻ്റെ സാഹചര്യങ്ങളുടെ പഴുതുകൾ അടച്ച് മുന്നോട്ട് പോകാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുക എന്നുള്ളതാണ്. തിന്മ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, അവർ ചെയ്തതിൻ്റെ ഫലമായി അവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ കറ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. കറ പുരണ്ട് ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ ആ ഹൃദയയുടെ വെള്ളയായ ഹൃദയത്തിലൊരു പാട് വന്ന് വീഴും. ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലൊരു വെള്ളപ്പാട് വന്ന് വീഴും. ഒരു വെളുത്ത പേപ്പറിൽ ഒരു കറുത്ത മഷി കൊണ്ട് വരക്കും പോലെ നമ്മുടെ ഹൃദയത്തിലൊരു വരട്ടിട്ടുണ്ടാവും. പിന്നെ രണ്ടാമത്തെ ഒരു തിന്മ ചെയ്യുമ്പോൾ ആ കറുത്ത പാട് ഒന്നും കൂടി വലുതാവും. മൂന്നാമത്തെ ഒരു തിന്മ ചെയ്യുമ്പോൾ വീണ്ടും വലുതാവും. വീണ്ടും തിന്മകൾ ചെയ്യുമ്പോൾ ആ ഹൃദയം ഇങ്ങനെ കറുത്ത് ഒരു കറുത്ത മറയായി അതിങ്ങനെ അടഞ്ഞു പോകുന്നൊരവസ്ഥയുണ്ടാകും. അവിടേക്കാണ് നമ്മുടെ തൗബയുടെ കണ്ണുനീര് കൊണ്ട് അത് കഴുകിക്കളയാനുള്ള, ആ കറകൾ നീക്കാനുള്ള, വൃത്തിയാക്കാനുള്ള ശ്രമങ്ങൾ ഒരു വിശ്വാസിയിൽ നിന്നും ഉണ്ടാകേണ്ടത്. സ്വാഭാവികമായും മനുഷ്യനെന്ന നിലയ്ക്ക് എല്ലാവർക്കും തിന്മകൾ സംഭവിക്കാം, സ്വാഭാവികമാണ്. ഒരാളുടെ ദുർബലമായ നിമിഷങ്ങളിൽ, ഈമാൻ ദുർബലപ്പെട്ടു പോകുന്ന അവസരങ്ങളിൽ ആ തിന്മകൾ സംഭവിക്കുക സ്വാഭാവികമാണ്. ഈ സമയത്ത് അല്ലെങ്കിൽ ആ തിന്മകൾ ചെയ്യാൻ നേരത്ത് ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഉണ്ടാകേണ്ടുന്ന ചില ചിന്തകളുണ്ട്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞു, ഒരാൾ തിന്മ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് അയാളുടെ മനസ്സിലുണ്ടാകേണ്ടുന്ന ഒന്നാമത്തെ ചിന്ത അയാൾ അള്ളാനെ ഓർക്കുക എന്നുള്ളതാണ്. ഒരു തിന്മയിലേക്ക് ഇങ്ങനെ കടക്കാൻ നേരത്ത് അയാൾ ശരിക്കും അള്ളാനെ ആലോചിക്കുക എന്നുള്ളത്. അള്ളാഹ്ക്ക് ഇത് ഇഷ്ടാവില്ലല്ലോ, അവൻ്റെ ഇഷ്ടം നഷ്ടപ്പെട്ടു പോകുമല്ലോ, അവൻ്റെ പ്രിയം ഇതിലൂടെ കിട്ടാതെ പോകുമല്ലോ. ഈ രഹസ്യമുറിയിലും ആരും കാണാത്ത ഈ മുറിയിലും ഞാൻ ഈ തിന്മ പ്രവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ കച്ചവടത്തിൽ അളവിലും തൂക്കത്തിലും ഞാൻ വഞ്ചന കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലുമോട് കളവ് പറഞ്ഞ് ഞാൻ പണം സമ്പാദിക്കാൻ ശ്രമിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ലല്ലോ, അള്ളാഹ് എന്നെ ഇഷ്ടപ്പെടില്ലല്ലോ, അവൻ എന്നെ വെറുക്കാൻ ഇത് കാരണമാവുമല്ലോ. അവൻ്റെ ഇഷ്ടം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്നെ എത്ര തന്നെ എന്നെ ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ എന്നൊരാൾ മനസ്സിൽ ചിന്തിക്കാതെ, തിയേറ്ററിലേക്ക് ഇങ്ങനെ വാഹനം എടുത്ത് പോകുമ്പോൾ ഒരു മനസ്സിലേക്ക് വരും, അല്ലെങ്കിൽ സിഗരറ്റ് ഇങ്ങനെ ചുണ്ടിലേക്ക് വെക്കുമ്പോൾ ഈ ചിന്ത ഇങ്ങനെ മനസ്സിലേക്ക് വരണം, അള്ളാഹ്ക്ക് ഇത് ഇഷ്ടമല്ലല്ലോ എന്നൊരു മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾ ആ സമയത്ത് തിന്മ മാറ്റി നിർത്തുന്നതാണ്. അയാൾ ഒന്നാമത് അയാളുടെ മനസ്സിലേക്ക് വരേണ്ടത് അള്ളാഹുവിനോടുള്ള ഇഷ്ടവും അവനെ ശരിക്കും ആലോചിക്കണം, അള്ളാഹിനെ ശരിക്കും ആ സമയത്ത് ഇങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്നിട്ടും അയാൾക്ക് ആ തിന്മയിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ രണ്ടാമത് അയാളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരേണ്ടുന്ന ചിന്ത അയാൾ അയാൾ സ്വർഗത്തിൻ്റെ അനുഭൂതികളെ ശരിക്കും ആലോചിക്കുക എന്നുള്ളതാണ്. സ്വർഗത്തിൻ്റെ അനുഭൂതികൾ ആലോചിക്കുക, ആ സ്വർഗത്തിലേക്ക് കയറാൻ ഇത് തടസ്സാവുമല്ലോ. നാളെ സിറാത്തിൽ സഞ്ചരിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ നന്മകളും തിന്മകളും തൂക്കിക്കണക്കാക്കുന്ന സമയത്ത് ഇതൊരു വലിയൊരു ഭാരമാകുമല്ലോ എന്നയാൾ മനസ്സിലേക്ക് കൊണ്ടുവരാം. സ്വർഗത്തിൻ്റെ അനുഭൂതികളും അതിൻ്റെ രസങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുക എന്നുള്ളതാണ്. എന്നിട്ടും അയാൾക്ക് ആ തിന്മയിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ മൂന്നാമത് അയാളുടെ മനസ്സിലേക്ക് വരേണ്ടുന്ന ചിന്ത അയാൾ നരകത്തിൻ്റെ ഭയാനകരമായ ശിക്ഷകൾ ആലോചിക്കുക എന്നുള്ളതാണ്. ആ തിന്മ ഇങ്ങനെ ചെയ്യാൻ നേരത്ത് ആദ്യത്തെ രണ്ട് ചിന്തകൾ നിർവഹിച്ചിട്ടും മൂന്നാമത് അയാൾ ചിന്തിക്കേണ്ടത് നരകത്തിൻ്റെ ശരിക്ക് ഭയാനകരമായ കല്ലുകൾ കത്തിക്കപ്പെടുന്ന, മനുഷ്യരകൾ കൊണ്ട് കത്തിച്ചു കളയുന്ന ആ നരകം ശരിക്കും ആലോചിക്കുക എന്നുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ ചെറിയ തിന്മ ഒരു ചെരുപ്പ് ധരിച്ചാൽ തലച്ചോറ് പോലും തിളച്ചുമറിയുന്ന ഭീകരമായ നരകത്തെ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരിക എന്നുള്ളത്. ഈ മൂന്ന് അവസ്ഥകളിലൂടെ അയാൾ കടന്നുപോയിട്ടും അയാൾക്ക് ആ തിന്മയിൽ നിന്നും മാറി നിൽക്കാൻ അയാൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ അയാൾ വിചാരിക്കേണ്ടത് വലഖദ് റഅയ്നാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും നരകത്തിനായിട്ട് കുറച്ച് ആളുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്, അതിലൊന്ന് ഞാനൈക്കാരം എന്ന് അയാൾ സ്വയം വിചാരിക്കുക എന്നാണ്. ഈ മൂന്ന് ചിന്തകളിലൂടെ കടന്നുപോയിട്ടും അയാൾക്ക് ആ തിന്മയിൽ നിന്നും മാറി നിൽക്കണം തോന്നിയിട്ടില്ലെങ്കിൽ ചില മനുഷ്യരെയും ചില ജിന്നുകളെയൊക്കെ നരകത്തിനായിട്ട് സൃഷ്ടിച്ചതാണ്, അതിലൊന്ന് ഞാനൈക്കാരം എന്നയാൾ വിചാരിക്കുക എന്നതാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ടെങ്കിലും അയാൾക്ക് ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുമെന്നാണ് സത്യാവസ്ഥ. അതുകൊണ്ട് തിന്മകൾ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുക. തിന്മകൾ സംഭവിച്ചു പോയാൽ തന്നെ ഈമാൻ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളിലേക്ക് മനുഷ്യൻ പരമാവധി കടക്കാതിരിക്കുക എന്നതാണ് അതിൻ്റെ ഒരു പരിഹാരം. നാലാമത്തൊരു പരിഹാരം ഖുർആനിനോടുള്ള എല്ലാ ബാധ്യതകളും നമ്മൾ നിർവഹിക്കുക എന്നുള്ളത്. ഖുർആൻ ഓതുക എന്ന് മാത്രമേ ഞാൻ പറയാം. ഖുർആനിനോടുള്ള എല്ലാ ബാധ്യതകളും നിർവഹിക്കുക. ഖുർആനിലൂടെ നമുക്ക് കിട്ടുന്ന ഈമാൻ മറ്റൊരിടത്തും നമുക്ക് കിട്ടൂല. ഖുർആനിനോടുള്ള എല്ലാ ബന്ധങ്ങളും നമ്മൾ ഊട്ടി ഉറപ്പിക്കുക. നമുക്കറിയാം, നമ്മൾ ഈ പരിശുദ്ധ റമദാൻ കഴിയാൻ പോവുകയാണ്. അതിൻ്റെ അവസാനത്തെ ദിവസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഖുർആൻ
ഓതുന്നതിലൂടെ ഒരു വിശ്വാസിക്ക് വലിയ ഈമാൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഖുർആനോട് കുറേ ബാധ്യതകളുണ്ട്. ഒരു വിശ്വാസിക്ക് കുറേയധികം ബാധ്യതകളുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ ബാധ്യത തന്നെ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഞാൻ പറയുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്നുണ്ടാവും, ഈ പരിശുദ്ധ റമദാൻ ഞാൻ എത്രയാണ് പാരായണം ചെയ്തത് എന്ന് ഞാനടക്കമുള്ള ഓരോ മനുഷ്യരും വിചാരിക്കണം. ആ ഒന്നാമത്തെ ബാധ്യതയെങ്കിലും നമ്മൾ നിർവഹിച്ചു എന്നാണ് നമ്മളിപ്പോഴും വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ മുൻഗാമികളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ ആ ഒന്നാമത്തെ ബാധ്യത പോലും ശരിക്കും നിർവഹിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാകും. ഓരോ 10 ദിനങ്ങൾ കടന്നു പോകുമ്പോഴും ഖുർആൻ മുഴുവൻ ഓതിത്തീർത്ത മനുഷ്യരുണ്ടായിരുന്നു മുൻഗാമികളിൽ. ഓരോ 10 ദിവസം കടന്നു പോകുമ്പോഴും ഖുർആൻ മുഴുവനായി ഓതിത്തീർത്ത മനുഷ്യർ മുൻഗാമികളിൽ ഉണ്ടായിരുന്നു. അവിടെ മാത്രമല്ല, ഓരോ 7 ദിവസങ്ങൾ കടന്നു പോകുമ്പോഴും ഓരോ ആഴ്ചകൾ പിന്നിടുമ്പോഴും ഖുർആൻ മുഴുവനായി ഓതിത്തീർത്ത മനുഷ്യർ മുൻഗാമികളിൽ ഉണ്ടായിരുന്നു. 5 ദിവസങ്ങൾ കൂടുമ്പോൾ ഖുർആൻ ഓതിത്തീർത്ത മനുഷ്യരുണ്ടായിരുന്നു. 3 ദിവസങ്ങൾ കൂടുമ്പോൾ ഖുർആൻ ഓതിത്തീർത്ത മനുഷ്യരുണ്ടായിരുന്നു. മാത്രമല്ല, ഓരോ ദിവസവും ഓരോ ഖത്തമുകൾ ഓതിത്തീർത്ത മനുഷ്യരുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിക്കും സഹോദരന്മാരെ. നമ്മൾ വിശ്വസിക്കും. നമുക്കത് അതിശോക്തിയായിട്ടില്ല തോന്നുന്നത്. അതൊക്കെ സംഭവിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവും. ഓരോ ദിവസങ്ങൾ ഓതിത്തീർക്ക് അങ്ങനെ ജീവിച്ച മനുഷ്യരുണ്ട് എന്ന് മാത്രമല്ല, ഓരോ ദിവസങ്ങളിലും 2 ഖത്തമുകൾ ഓതിത്തീർത്ത മനുഷ്യരുണ്ടായിരുന്നു എന്ന് പണ്ഡിതന്മാർ പറയുന്നു. ഓരോ ദിവസം കടക്കുമ്പോൾ ഓരോ പകലുകളിൽ ഓരോ ഖത്തമുകളും ഓരോ രാത്രികളിൽ ഓരോ ഖത്തമുകൾ ഓതിത്തീർത്ത് പരിശുദ്ധ റമളാൻ കഴിഞ്ഞു പോകുമ്പോഴേക്കും 60 ഖത്തമുകൾ അവർ ഓതിത്തീർത്തിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അവരെങ്ങനെയൊക്കെ ഖുർആനെ സമീപിച്ചിട്ടുണ്ടാവുക? അവരെങ്ങനെയൊക്കെ ഖുർആൻ ഓതിയിട്ടുണ്ട്? എല്ലാം മാറ്റിവെച്ച്, എല്ലാ തിരക്കും മാറ്റിവെച്ച് അവരുടെ ഹൃദയങ്ങളിൽ നിന്നും ഓതിത്തുടങ്ങുകയാണ് ഖുർആൻ. എല്ലാ സമയങ്ങളിലും ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടേയിരിക്കുന്ന മനുഷ്യർ മുൻകാലത്ത് ജീവിച്ചിരുന്നുള്ളതാണ്. നമ്മൾ ഒന്നാമത് ഖുർആനോടുള്ള എല്ലാ ബാധ്യതകളും നമ്മൾ നിർവഹിക്കണം എന്ന് പറയുമ്പോഴും ഒന്നാമത്തെ ബാധ്യത ഖുർആൻ പാരായണം ചെയ്യണം എന്നാണല്ലോ. അത് നമ്മൾ ധാരാളമായി ഈ റമളാൻ മാസത്തിൽ പാരായണം ചെയ്തല്ലോ എന്നാണ് നമ്മളിപ്പോഴും വിചാരിക്കുന്നത്. പക്ഷേ നമ്മൾ 1 ഖത്തമോ 2 ഖത്തമോ ആയിരിക്കും മാക്സിമം നമ്മൾ ഓതി തീർത്തിട്ടുണ്ടാവുക. എന്ന് പറഞ്ഞാൽ ആ ഒന്നാമത്തെ ബാധ്യത പോലും നമ്മൾ ശരിക്കും നിർവഹിക്കുന്നില്ല എന്നതാണ് അതിൻ്റെ സത്യാവസ്ഥ. അങ്ങനെ ഓരോ ബാധ്യതകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഖുർആൻ പഠിക്കുക എന്നൊരു ബാധ്യതയാണ്. നമുക്ക് എത്ര ആളുകൾക്ക് ഖുർആൻ അമാനി മൗലവി റഹിമൗലവിയുടെ തഫ്സീർ മുന്നിൽ വെച്ച് വായിച്ചു തീർക്കാൻ കഴിയുന്നുണ്ട്? അല്ലെങ്കിൽ ഖുർആൻ്റെ ഒരു പഠിതാവാണ്, ഞാൻ സ്ഥിരമായി ഖുർആനിൻ്റെ ക്ലാസ് കേൾക്കുന്നൊരു വ്യക്തിയാണ് എന്ന് എത്ര ആളുകൾക്ക് പറയാൻ കഴിയും? ഖുർആൻ്റെ പഠിതാവായി നിരന്തരം മാറാന്നുള്ളതാണ്. ഖുർആനിൻ്റെ അർത്ഥങ്ങളിലൂടെ ചിന്തിച്ചും ആലോചിച്ചും സഞ്ചരിക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുക എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ സാധിക്കുമ്പോൾ, അങ്ങനെയൊക്കെ നമ്മൾ ഖുർആനിൻ്റെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ഖുർആൻ പറഞ്ഞ ഓഫറുകൾ തീർച്ചയായും ഒരു വിശ്വാസിക്ക് ലഭിക്കും. ഖുർആൻ ഒരു ഹൃദയവസന്തമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. പ്രവാചകന്റെ ദീർഘമായ പ്രാർത്ഥനകളിൽ അവസാനത്തിൽ കാണാം, അൻത ജഅലൽ ഖുർആന റബീഅ ഖൽബി, അല്ലാഹുവേ ഖുർആനിനെ ഒരു ഹൃദയവസന്തമാക്കണേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നുണ്ട്. വനൂറ സ്വദരി, ഹൃദയത്തിൻ്റെ വെളിച്ചമാക്കണേ. വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി, എൻ്റെ മനസ്സിൻ്റെ പ്രയാസങ്ങൾ അകറ്റുന്ന ഒന്നാക്കി ഖുർആനിനെ മാറ്റണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നു. സഹോദരന്മാരെ, നമ്മൾ ഖുർആൻ എത്ര കാലമായി അതിൻ്റെ മുന്നിലൂടെ സഞ്ചരിക്കുന്നു, പക്ഷേ അതൊരു ഹൃദയവസന്തമായി നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? നമ്മൾ ഹൃദയത്തിൻ്റെ ഒരു പ്രകാശമായി, ഒരു പ്രഭയായി, മനസ്സിൻ്റെ സങ്കടങ്ങളെ മാറ്റുന്ന ഒരു അത്താണിയായി വിശുദ്ധ ഖുർആൻ മാറിയിട്ടുണ്ടോ? അത് മാറാത്തത് എന്താണ് എന്ന് ചോദിച്ചാൽ അതിനോടുള്ള സകല ബാധ്യതകളും നമ്മളതിൻ്റെ മുറപ്രകാരം നിർവഹിക്കുന്നില്ല എന്നാണ് അതിൻ്റെ ഒന്നാമത്തെ പ്രശ്നം. നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നിടത്ത് പോലും നമ്മൾ പിശുക്കം കാണിച്ചിട്ടാണ് പാരായണം ചെയ്യുക. ഖുർആൻ പഠിക്കുന്നിടത്ത് നമുക്ക് സമയം കിട്ടണില്ല. ഖുർആൻ ഇങ്ങനെ പഠിക്കണം, ഒരാഴ്ചയിൽ എല്ലാ ആഴ്ചയും ഇങ്ങനെ 1 മണിക്കൂർ മാറിയിരിക്കുക. അങ്ങനെ ഇപ്പോൾ എല്ലാവർക്കും എല്ലാ ആഴ്ചയും സമയം ഉണ്ടാവും, നമ്മളൊക്കെ തിരക്കുള്ള ആളുകളല്ലേ എന്ന് വിചാരിക്കുകയാണ്. എപ്പോഴും ആഴ്ചയിൽ 1 ദിവസമെങ്കിലും ഖുർആനിൻ്റെ പഠിതാവായി മാറണം എന്ന് നമ്മൾ വിചാരിക്കുകയും ആ തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളിടത്ത് മാത്രമാണ് ഖുർആനിൻ്റെ എല്ലാ ഓഫറുകളും നമുക്ക് കിട്ടുള്ളൂ. ഖുർആൻ്റെ ശരിക്കൊരു പഠിതാവാകുക, ഖുർആൻ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. എല്ലാത്തിനേക്കാളും പ്രയോറിറ്റി ഖുർആനിന് കൊടുക്കുക എന്നുള്ളതാണ്. എല്ലാത്തിനേക്കാളും വലുത് ഖുർആനായി മാറുക എന്നുള്ളതാണ്. അയാൾ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഖുർആൻ എതിരുന്നാൽ, ഖുർആൻ ആ കാര്യത്തിൽ എതിരാണ് എന്ന് വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായും അതിൽ നിന്ന് മാറാനുള്ളൊരവസ്ഥ നമ്മളിൽ ഉണ്ടാകുക പലപ്പോഴും നമുക്ക് സംഭവിക്കണില്ലല്ലോ. നമുക്കിങ്ങനെ യോജിച്ചതും നമുക്ക് പറ്റിയതുമായ കാര്യങ്ങളെ നമ്മൾ ദീനിന് എടുക്കുള്ളൂ. നമ്മൾ ദീനിൻ്റെ നിയമങ്ങൾ സ്വീകരിക്കണം എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ സൂപ്പർ മാർക്കറ്റ് കയറിയ പോലെയാണ്. നമുക്ക് വേണ്ടത് മാത്രമേ എടുക്കുള്ളൂ, നമുക്ക് ആവശ്യമില്ലാത്ത അവിടത്തിന് ഇട്ട് പോരും. ഇങ്ങനെ നമ്മൾ ദീനിലേക്ക് കയറുക, നമുക്കിങ്ങനെ വേണ്ടത് മാത്രമേ നമ്മൾ ആ ദീനിന് എടുക്കുള്ളൂ. നമുക്ക് പ്രയാസമാവും തോന്നിക്കഴിഞ്ഞാൽ, ഒരു കുടുംബ സാഹചര്യത്തിലോ അല്ലെങ്കിൽ നമ്മുടെ പരിസരങ്ങളിലേക്കോ അത് പറ്റൂല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് വെക്കും. അതൊക്കെ കുറച്ച് ഓവറാണ്, അങ്ങനെ പറയാം. അത് എടുക്കാൻ കഴിയില്ല ഓനെക്കൊണ്ട്, അത് എടുക്കണം നമുക്ക് തോന്നും, അതൊക്കെ കുറച്ച് അങ്ങനെ ഒന്നും ജീവിക്കാൻ കഴിയില്ല, അതൊക്കെ കുറച്ച് ഓവറാണ്, ഓവറായാലും കുറച്ച് പ്രശ്നമാണ്, ഇങ്ങനെ പറയാം. ഇങ്ങനെ പറഞ്ഞിട്ട് അതിനെ മെല്ലെ സൈഡാക്കാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ദീനിൻ്റെ മുഴുവൻ നിയമങ്ങളും സ്വീകരിക്കണം. അതില്ലെങ്കിൽ അത് തൃപ്തിയോടുകൂടി റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന
ഒബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ, അള്ളാഹുവിനെ ഞാൻ തൃപ്തിയോടുകൂടി സ്വീകരിച്ചിരിക്കുന്നു, പ്രവാചകനെയും ഇസ്ലാമിനെയും ഞാൻ തൃപ്തിയോടുകൂടി ഉൾക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പറയാൻ കഴിയും ഒരു വിശ്വാസിക്ക് ശരിക്കും ആത്മാർത്ഥമായി. നമുക്കെങ്ങനെ പറയാൻ കഴിയും? നമ്മളൊക്കെ എന്നും രാവിലെ ആ ദിക്ർ ചെല്ലുണ്ടല്ലോ 3 തവണ, വൈകുന്നേരം ആ ദിക്ർ ചെല്ലുന്നുണ്ട്. ശരിക്കും ആത്മാർത്ഥമായി അള്ളാഹുവിനെ ഞാൻ തൃപ്തിയോടുകൂടി സ്വീകരിച്ചിരിക്കുന്നു, അവൻ്റെ മതത്തിൻ്റെ എല്ലാ നിയമങ്ങളും ഞാൻ തൃപ്തിയോടുകൂടി പാലിച്ചിരിക്കുന്നു എന്ന് പറയാൻ കഴിയും. അതിൻ്റെ ഓരോ നിയമങ്ങളിലേക്ക് നമ്മൾ എത്തുമ്പോൾ, അതിൻ്റെ ഏറ്റവും മൈന്യൂട്ടായ നിയമങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മൾ അങ്ങനെ ജീവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ വല്ലാത്തൊരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമ്മളത് പാലിക്കൂല, അവിടെ നമ്മളൊന്നും മാറ്റി നിർത്തും. അങ്ങനൊന്നും ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മെല്ലെ നമ്മൾ സ്കിപ്പ് ചെയ്ത് മറ്റ് നിയമങ്ങളിലേക്ക് പോകുന്നതാണ്. ഇവിടെയാണ് നമ്മളെ പ്രശ്നം കിടക്കുന്നത്. ഖുർആന് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകമായി ജീവിതത്തിൽ മാറാന്നുള്ളതാണ്. അതിനെ തൃപ്തിയോടുകൂടി, അതിൻ്റെ നിയമങ്ങളെ തൃപ്തിയോടുകൂടി പൂർണ്ണമായും സ്വീകരിക്കാൻ കഴിയാന്നുള്ളതാണ്. ഒരു പെണ്ണ് ദൂരയാത്ര നടത്തുന്നത്, മഹ്റമില്ലാതെ ദൂരയാത്ര നടത്തുന്നത് ഇസ്ലാമിൽ തെറ്റാണ്. ഹജ്ജിന് പോലും യാത്ര ചെയ്യാൻ പാടില്ല എന്ന് പണ്ഡിതന്മാരൊക്കെ ഫത്വ കൊടുക്കുന്നത് കാണാൻ സാധിക്കും. ഹജ്ജിന് പോലും ഒരു പെണ്ണ് യാത്ര ചെയ്യുമ്പോൾ കൂടെ മഹ്റമില്ലെങ്കിൽ അവൾ യാത്ര ചെയ്യരുത്, അവൾ ഹജ്ജിന് പോകേണ്ടതില്ല, അവൾക്ക് നിർബന്ധമില്ല എന്ന് പണ്ഡിതന്മാരൊക്കെയും ഫത്വ കൊടുക്കുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ ചില ആളുകൾ മനസ്സിലാക്കുന്ന ഹജ്ജിന് മാത്രമേ മഹ്റമിൻ്റെ ആവശ്യമുള്ളൂ, എന്നാൽ മറ്റുള്ളവർത്തൊക്കെ പോയാൽ പ്രശ്നമില്ല എന്നാണ് ഹജ്ജിന് പോലും അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എവിടേക്കും ദൂരയാത്ര നടത്തുന്നിടത്തൊക്കെ ഒന്നും ഒരു പെണ്ണ് മഹ്റമില്ലാതെ. പക്ഷെ അത് പാലിക്കുന്നിടത്ത് നമ്മളെ ഉമ്മമാരെ, സഹോദരിമാരെ നമുക്കത് പാലിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. അല്ലെങ്കിൽ ഒരു പെണ്ണ് പൂർണ്ണമായും നിയമം പാലിക്കണില്ല, ആണ് നിയമം പാലിക്കേണ്ട പല ഘട്ടങ്ങളിലുണ്ട്. എളാപ്പാൻ്റെ മകള് അത് മഹ്റമല്ല ഇസ്ലാമിൽ, പക്ഷെ നമ്മൾ അവരോടുള്ള സമീപനം എങ്ങനെയൊക്കെ? എളാപ്പാൻ്റെയും മൂത്താപ്പൻ്റെയും മക്കൾ അതൊക്കെ പെങ്ങന്മാരല്ലേ എന്ന് പറയാം, അതൊക്കെ പെങ്ങന്മാർ, കസിൻസ് അല്ലേ എന്നാണ് പറയാം. അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന, ഒരു കോളേജിൽ പഠിക്കുന്ന, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാണും പെണ്ണും എങ്ങനെയൊക്കെ മിങ്കിൾ ചെയ്യുക? ഇതൊക്കെ ഖുർആൻ പറഞ്ഞ നിയമങ്ങളാണല്ലോ, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ശരിയായ നിയമം. ഇതൊക്കെ തൃപ്തിയോടുകൂടി പൂർണ്ണമായും അതിലേക്ക് കീഴൊതുങ്ങി അതിനെ പൂർണ്ണമായും സ്വീകരിക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. അങ്ങനെയൊക്കെ തീരുമാനമെടുത്ത് അള്ളാഹുവിൽ പൂർണ്ണമായും കീഴൊതുങ്ങി അവൻ്റെ നിയമങ്ങളെ തൃപ്തിപ്പെട്ടു പോകും എന്ന് തീരുമാനിച്ച് അത് മുന്നോട്ട് പോകുന്നിടത്ത് തീർച്ചയായും നമുക്ക് ഈമാൻ വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഖുർആനിനോടുള്ള എല്ലാ ബാധ്യതകളും, അത് പാരായണം ചെയ്യുന്നിടത്ത്, അത് പഠിക്കുന്നിടത്ത്, അത് കേൾക്കുന്നിടത്ത്, അത് ചിന്തിക്കുന്നിടത്ത്, ഖുർആൻ ജീവിതത്തിൽ പകർത്തുന്നിടത്തൊക്കെ നമ്മൾ പൂർണ്ണമായും ആ ബാധ്യതകൾ മുറ പോലെ നിർവഹിക്കുക എന്നത് പ്രധാനമാണ്. 5-മത്തൊരു കാര്യം, നമ്മൾ ഉപദേശങ്ങൾ നന്നായി കേൾക്കുക എന്നുള്ളതാണ്. നല്ല ഉപദേശങ്ങൾ കേൾക്കുക. യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുടെ നല്ല നല്ല സംസാരങ്ങളുണ്ടാവും. അതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കേൾക്കുക എന്നുള്ളതാണ്. അതിങ്ങനെ മൊബൈൽ ചാർജ് ചെയ്യുന്ന പോലെ നമ്മളിങ്ങനെ ഈമാൻ ചാർജ് ചെയ്തുകൊണ്ടേയിരിക്കും. നല്ല നല്ല ക്ലാസ്സുകളിനെടുത്ത് പീസ് റേഡിയോ, ഫുൾ ടൈം നമുക്ക് ദീന് കേൾക്കാൻ കഴിയുന്ന സംവിധാനമാണ് പീസ് റേഡിയോ. അതിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുക. നല്ല ഉപദേശങ്ങൾ ഒരു വിശ്വാസി എപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കുക. അങ്ങനെ കേൾക്കുന്നു എങ്കിൽ തീർച്ചയായും അയാൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ ഉണ്ടാവില്ല, ഇഷ്ടപ്പെട്ട ചില ശൈലികൾ ചില ആളുകൾക്ക് പ്രത്യേക ഇഷ്ടകരം. എല്ലാവർക്കും എല്ലാ പ്രസംഗവും അത്ര ഇഷ്ടമായിക്കൊള്ളുന്നില്ല. എന്നാൽ ചില ശൈലികൾ ചില ആളുകൾ നല്ല ഇഷ്ടകരം. അതിങ്ങനെ പ്രത്യേകം എടുത്ത് ആ ക്ലാസ്സുകളൊക്കെ നന്നായി കേൾക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 6-മത്തൊരു കാര്യം, നല്ല സുഹൃത്തുക്കളെ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നല്ല കൂട്ടുകെട്ട് ഉണ്ടാക്കുക എന്നുള്ളത്. ഏത് തിന്മയുടെയും ഒരടിസ്ഥാനം കൂട്ടുകെട്ടേക്കാരം. നമുക്കറിയാം, ഒരു മുന്തിരി കേടുന്നു കഴിഞ്ഞാൽ ആ മുന്തിരിൻ്റെ നീര് തട്ടിയിട്ടാണ് ബാക്കിയൊക്കെ കേടുക. എന്നാൽ കൂട്ടത്തിലൊരു നല്ല മുന്തിരി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആ മുന്തിരിയുടെ നീരട്ടി ബാക്കി നന്നാവാറില്ല എന്ന് പറഞ്ഞാൽ രോഗമാണ് പകരുക, ആരോഗ്യം പകരാറില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കൂട്ടത്തിലൊരു മോശപ്പെട്ട സ്വഭാവമുള്ള ഒരാളുണ്ടെങ്കിൽ ആ മോശപ്പെട്ട സ്വഭാവം മെല്ലെ മെല്ലെ മറ്റുള്ളവരിലേക്ക് പകരും. സിനിമക്ക് പോകുന്ന ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒറ്റക്കാരും വാഹനം എടുത്ത് സിനിമക്ക് പോകില്ല, അതിങ്ങനെ കൂട്ടായിട്ട് പോലുള്ളൂ. അതിങ്ങനെ ചെക്കന്മാർ കൂടിയിട്ടാണ് ഒരു ടൂറിന് പോവുക, അവിടെ നിന്ന് അലമ്പാക്കുക, അതിങ്ങനെ കള്ളും കഞ്ചാവൊക്കെ അടിച്ച് വരിക എന്നൊക്കെ വെച്ചാൽ അതിങ്ങനെ ഒരു സംഘം ആളുകളുണ്ടാവും. ഒറ്റക്കൊരു യാത്ര പോയി കള്ള കുടിച്ച് പോകുന്ന ആൾക്കാരെ കണ്ടുകൊണ്ട് നമ്മൾ അങ്ങനെ ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ കൂട്ടുകെട്ടാണ് എപ്പോഴും ഒരു തിന്മയിലേക്ക് വഴി നടത്തുക. കാരണം കൂട്ടുകെട്ടാണ് നിങ്ങളുടെ സഹോദരൻ്റെ, നിങ്ങളുടെ കൂട്ടുകാരൻ്റെ മതത്തിലാണ് നിങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വെറുതെ അല്ല. കാരണം കൂട്ടുകാരൻ്റെ മതത്തിലാണ് എല്ലാ പ്രായത്തിലും നമുക്ക് അതിൻ്റേതായ ഒരു കൂട്ടുകെട്ടുണ്ടാവും. ആ കൂട്ടുകെട്ട് നന്നാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിന, നിങ്ങൾ വിശ്വാസികളോടല്ലാതെ കൂട്ടുകൂടരുത്, നല്ല നല്ല മനുഷ്യരോടല്ലാതെ നിങ്ങൾ കൂട്ടുകൂടരുത്. കാരണം അതിലൂടെ കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. കാരണം വിവാഹം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, വിവാഹം കഴിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം. നല്ല ഭാര്യയെ കണ്ടെത്താൻ, നല്ല ഭർത്താവിനെ കണ്ടെത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരാളാണ്, ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരാളാണ്, ജീവിതത്തിൽ ഭൂരിഭാഗം സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ഒരാളാണ്. അതുകൊണ്ട് നല്ലതായിരിക്കുക, അത് നമ്മുടെ ഈമാനിന് സഹായം നൽകുന്ന ഒരാളായിരിക്കുക എന്നൊരാൾ തീരുമാനിക്കുക എന്നുള്ളതാണ്. നമ്മളെല്ലാം നോക്കും, സൗന്ദര്യം ഉണ്ടോ നോക്കും, നല്ല കുടുംബമാണോ നോക്കും, നല്ല തറവാടാണോ, നല്ല പണക്കാരോ ഒക്കെ നോക്കും. അതൊന്നും നോക്കേണ്ടതല്ല, അതൊക്കെ നോക്കും. പക്ഷെ ദീന് നോക്കൂല. ദീന് തീരെ നോക്കാത്ത അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ
പിന്നെ അയാളുടെ സ്വഭാവം ആ പെണ്ണിലും ഉണ്ടാവും, പെണ്ണിൻ്റെ കുറേ മോശപ്പെട്ട സ്വഭാവം ഇയാളിലും ഉണ്ടാകും. അത് മെല്ലെ മെല്ലെ ഇങ്ങനെ തകർന്നു പോവുക ചെയ്യുക. അതുകൊണ്ട് ദീനിയായി ഒരു ഈമാനിക അന്തരീക്ഷത്തിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഉണ്ടാകണമെന്ന് വിചാരിക്കുന്ന ആളുകൾ ഒരു നല്ല ഇണയെ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിച്ച് കൊണ്ടുവരിക, അല്ലെങ്കിൽ കല്യാണം ആലോചിക്കുമ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പരിഹാരം. ഏഴാമത്തെ പരിഹാരം ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു പോകാം. ഏഴാമത്തെ പരിഹാരം ദിക്റുകൾ പതിവാക്കുക എന്നുള്ളതാണ്. നമ്മൾ ദിക്റുകൾ പതിവാക്കുക എന്നുള്ളത്. ദിക്റുകൾ കൊണ്ട് കിട്ടുന്ന ഒരു ഈമാനിക ആർജവം നമുക്ക് മറ്റൊന്ന് കിട്ടൂല. ദിക്റുകൾ ശരിക്ക് ജീവിതത്തിൽ കൊണ്ട് നടക്കണം. അത് പറയുമ്പോൾ തന്നെ പ്രയാസമാണ്. നമ്മൾ മറ്റു കാര്യങ്ങൾ പറയുമ്പോൾ ആളുകൾ ഏറ്റെടുക്കുന്നത് പോലെ ദിക്റുകൾ ഏറ്റെടുക്കാറില്ല പൊതുവെ. നമ്മൾ രാവിലെ എണീക്കുന്ന ദിക്ർ ചൊല്ലിയിട്ടാണ് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ എന്ന് ഉച്ചരിച്ചിട്ടാണ് നമ്മൾ രാവിലെ എണീക്കുക. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദിക്ർ വരെയുള്ള ഓരോ സമയങ്ങളിലും നമ്മൾ ദിക്റുകൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്ന ഒരാളായിരിക്കണം വിശ്വാസി. പലപ്പോഴും ദിക്റുകൾ ചൊല്ലാൻ നമുക്ക് വലിയ തോതിൽ മടിയാണ്. കാരണം വിശ്വാസിക്ക് ദിക്റുകളില്ലാതെ ജീവിക്കാൻ കഴിയൂല. അവൻ്റെ വിശ്വാസത്തെ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയൂല. മസലുല്ലദീ യദ്കുർ റബ്ബഹു വല്ലദീ ലാ യദ്കുർ റബ്ബഹു. ദിക്ർ ചൊല്ലുന്ന ഒരു മനുഷ്യനും ദിക്ർ ചൊല്ലാത്തൊരു മനുഷ്യനും, റസൂൽ പറയുന്നത് ദിക്ർ ചൊല്ലുന്ന ഒരു വിശ്വാസിയും ദിക്ർ ചൊല്ലാത്ത വിശ്വാസത്തിലേക്ക് കടന്നൊരു മനുഷ്യനും മസലുൽ ഹയ്യി വൽ മയ്യിത്ത്, ജീവനുള്ളതുപോലെയും ചത്തതിന് പോലെയുമാണ്. ചത്തതിന് സമാനമാണ് അയാൾ ദിക്ർ ചൊല്ലുന്നില്ലെങ്കിൽ. അയാളുടെ ഈമാൻ ശരിക്ക് നഷ്ടപ്പെട്ടു പോകും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ദിക്ർ കൊണ്ടാണ് നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനം ലഭിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ദിക്ർ നൽകുന്നൊരു ആർജവം നമുക്ക് തോന്നും, അതിപ്പോൾ എന്താ ഒരു സംഭവം, ദിക്ർ ഇങ്ങനെ ചൊല്ലിയാൽ ഇപ്പം എന്താ ഇട്ടാൾ എന്ന് നമുക്ക് തോന്നാം. പക്ഷേ ദിക്ർ ചൊല്ലി ശീലമായ ഒരാൾക്കറിയാം അത് നമ്മൾ ഒരിക്കലും വിടൂല. എന്നു രാവിലെ സുബഹി കഴിഞ്ഞ് ഒരു 15 മിനിറ്റും 20 മിനിറ്റ് ഇരുന്ന് ആ 10-18 ദിക്റുകൾ ഇങ്ങനെ മുഴുവൻ ചൊല്ലി തീർത്ത ഒരാളുണ്ടെങ്കിൽ, അതിന് 3-4 ആഴ്ച കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾ വിടൂല. പിന്നെ അയാൾ ഒരിക്കലും അത് വിടൂല. അത് ജീവിതത്തിൽ ഇങ്ങനെ പകർത്തി അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. കാരണം അത് വിട്ട് ജീവിക്കാൻ കഴിയില്ല. കാരണം ദിക്ർ അയാൾ ചൊല്ലി ശീലമായി കഴിഞ്ഞാൽ പിന്നെ ഒരു രാവിലെ അത് ചൊല്ലിയില്ലെങ്കിൽ എന്തോ ഒരു പ്രയാസം അനുഭവിക്കണമെന്ന് അയാൾക്ക് തോന്നും. എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ അയാൾക്ക് തോന്നും. ഇന്ന് എന്തോട് കിട്ടിയില്ലല്ലോ, ഇന്ന് ചെയ്തു തീർക്കാൻ എന്തോട് ബാക്കിയുണ്ടല്ലോ എന്ന് അയാൾക്ക് മനസ്സിലിങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും. കാരണം ദിക്ർ അയാളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്നൊരു കാര്യമാണ്. പക്ഷെ പലപ്പോഴും നമ്മളത് ശീലമാക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഓരോ ദിക്റുകൾ പരിശോധിച്ച് നോക്കിയാലും കുറേ സമയങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. ഓരോ ദിക്റുകളെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വഅദിക എന്ന ദിക്ർ സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ആ ദിക്ർ ആരെങ്കിലും രാവിലെ ചൊല്ലിയാൽ പ്രവാചകൻ പറഞ്ഞു വൈകുന്നേരത്തിനുള്ളിൽ അയാൾ എപ്പോൾ മരിച്ചാലും സ്വർഗത്തിലാണ്. എപ്പോൾ മരിച്ചാലും സ്വർഗത്തിലാണ്. അയാൾ വൈകുന്നേരം ചൊല്ലി രാവിലെ ആകും മുൻപേ അയാൾ എപ്പോൾ മരിച്ചാലും സ്വർഗത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നമുക്ക് ഒരു ദിക്റിൻ്റെ പ്രാധാന്യമാണത്. ഒരു ദിക്റിൻ്റെ പ്രാധാന്യമാണ്. അല്ലെങ്കിൽ ഒരാൾ നമസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി നിരന്തരമായി ചൊല്ലുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സ്വർഗത്തിനും അയാൾക്കും ഇടയിലുള്ള തടസ്സം മരണമല്ലാതെ മറ്റൊരു തടസ്സമില്ല. മരിച്ചു കിട്ടിയ സ്വർഗത്തിൽ കയറുന്ന അയാൾക്കും സ്വർഗത്തിനും ഇടയിലുള്ള ആകെയുള്ളൊരു തടസ്സം മരണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അത്രയും പ്രതിഫലങ്ങളുള്ള പ്രാധാന്യങ്ങളുള്ള ഓരോ ദിക്റുകളെ കുറിച്ച് പരിശോധിച്ചാൽ അത് കിട്ടും. ഓരോ ദിക്റുകളെക്കുറിച്ച് പരിശോധിച്ചാലും ഇത് മനസ്സിലാക്കാൻ സാധിക്കും. നമസ്കാരത്തിന് ശേഷമുള്ള മറ്റൊരു ദിക്റാണ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് 33 തവണ ചൊല്ലുക. എന്നിട്ടോ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന് തുടങ്ങുന്ന ദിക്ർ ആരെങ്കിലും 100 പൂർത്തീകരിക്കാൻ വേണ്ടി ചൊല്ലി തീർത്താൽ ഉഫിറത്ത് ഖത്വായ, അയാളുടെ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടും. പ്രവാചകൻ പറഞ്ഞു, വ ഇൻ കാനത്ത് മിസ്ല സബദിൽ ബഹർ, കടലിൻ്റെ നുരയോളമുണ്ടോ നിങ്ങൾ ചെയ്തു വെച്ച തിന്മ, ഒരു കടലിൽ എത്ര തിരമാലകൾ അടിക്കുമോ അത്രത്തോളം തിന്മ ചെയ്തിട്ടുണ്ടോ, എന്നാലും പുറത്തു കൊടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും പ്രാധാന്യമുള്ള ദിക്റുകളാണ്. ഇങ്ങനെ ഓരോ ദിക്റുകൾ പരിശോധിച്ച് നോക്കൂ, ആ പ്രാധാന്യങ്ങൾ അതിന് കാണാൻ സാധിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയുന്ന, നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരുന്ന ഈ ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എട്ടാമത്തെ ഒരു പരിഹാരം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പകയും അസൂയയും വെറുപ്പൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. എന്നാൽ തന്നെ ഈമാൻ കയറും. ഒരു പകയും വെറുപ്പും വിദ്വേഷമൊക്കെ ഉണ്ടായാൽ തന്നെ ഈമാൻ കയറൂല, അവിടെ അങ്ങനെ അടഞ്ഞു നിൽക്കും. നമുക്കൊരു ശ്രദ്ധ കിട്ടൂല, നമുക്ക് ആരാധനയിൽ ഭക്തി കിട്ടൂല, നമുക്ക് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം തോന്നൂല, ഒരു ആരാധനയിലേക്ക് ആത്മാർത്ഥമായി കയറണം എന്ന് നമുക്ക് തോന്നൂല. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് അത്രയും പകയും വിദ്വേഷം. കാരണം 15 കൊല്ലം മുമ്പ് സംഭവിച്ചൊരു കാര്യമാണ്. അതിപ്പോഴും മനസ്സ് കൊണ്ടു നടക്കും. എന്നാലും കണ്ടാൽ മുഖത്തേക്ക് നോക്കൂല, സലാം പറഞ്ഞാൽ മടക്കൂല, കല്യാണത്തിന് വിളിച്ചാൽ പോകൂല, ഇപ്പോഴും കൊണ്ടു നടക്കുന്ന മനുഷ്യന്മാരാണ്. അതിങ്ങനെ പക ഇങ്ങനെ വെച്ച് ആ ഒരു വിദ്വേഷം ഉറുപ്പും ഇങ്ങനെ കൊണ്ടു നടക്കുന്ന കുറേ മനുഷ്യമാണ്. അന്നെന്തോ പറഞ്ഞൊരു വാചകീകരണം, എന്തോ പറഞ്ഞ വാക്കീകരണം, അതെന്താ തന്നെ പറഞ്ഞു പോയിട്ടുണ്ടോ, എന്നാൽ അതിങ്ങനെ കൊണ്ടു നടക്കുന്ന കുറേ ആളുകളുണ്ട്. കുറേ ആളുകൾക്ക് തീരുമാനിക്കൽ തന്നെ അയാൾ എന്താ പള്ളിക്ക് വരാത്ത അയപ്പ് പ്രസിഡന്റിനോട് തെറ്റാണ്, അല്ലെങ്കിൽ സെക്രട്ടറിനോട് തെറ്റാണ്, ഇങ്ങനെ കുറേ ആളുകൾ ജീവിക്കുന്നുണ്ടാവും. ഈ മനസ്സിന്ന് ഈ വെറുപ്പും വിദ്വേഷവും ഒക്കെ ഒഴിവാക്കിയാൽ തന്നെ മനസ്സൊന്ന് ഫ്രീ ആവും.
പിന്നെ അതിലേക്ക് ഈമാൻ നന്നായി കയറുന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരം വെറുപ്പ് ഓരോ ദിവസവും രാത്രി കിടന്നുറങ്ങാൻ നേരത്തെ നമ്മൾ ആലോചിക്കണം, ഇന്ന് ആരോടെങ്കിലും വെറുപ്പുണ്ടോ, ആരുടെ വിദ്വേഷമുണ്ടോ, ആരോടെങ്കിലും ദേഷ്യം വെച്ചിട്ടാണോ ഒന്ന് രാത്രി കിടന്നുറങ്ങണം എന്ന് ആലോചിച്ച് കിടന്നുറങ്ങാൻ കഴിയാന്നുള്ളതാണ്. ഒരു മനുഷ്യൻ്റെ മനസ്സിൽ വെറുപ്പും മറ്റൊരാളുടെ അസൂയയും പകയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ മനസ്സൊന്ന് കഠിനമായി പോകും, അത് ലോലമാകാതിരിക്കും എന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. ഒൻപതാമത്തെ ഒരു പരിഹാരം എന്താ വെച്ചാൽ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ്. ഒരുപാട് മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്, ധാരാളം മനുഷ്യർ. നമ്മൾ ഇഫ്താർ കിറ്റ് കൊടുത്ത മനുഷ്യരാണ്, നമ്മൾ ഈദ് കിസ്വ കൊടുത്ത മനുഷ്യരാണ്. നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരൊക്കെ നമ്മളെപ്പോലെയാണ് എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. ധാരാളം മനുഷ്യരെ നമ്മുടെ ചുറ്റും ജീവിക്കുന്നുണ്ട്, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, സങ്കടപ്പെടുന്ന, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന, ദിനേന പ്രയാസങ്ങളുള്ള മനുഷ്യരുണ്ട്. ആ മനുഷ്യരെ സഹായിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവുക, അവരെ സഹായിക്കാൻ സമയം കണ്ടെത്തുക. ഓരോ മനുഷ്യർക്കും ഓരോ ആവശ്യം ഉണ്ടാവുക. പണം ആവശ്യമുള്ള മനുഷ്യരുണ്ടാവും, അവരെ പണം കൊടുത്ത് സഹായിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ സമയം കൊടുക്കാണ്ട് ആവശ്യമുണ്ട്, നമുക്ക് സമയം കൊടുക്കേണ്ട ഒരാളുകളുണ്ട്, നമുക്ക് സമയം കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ആരോഗ്യം ആവശ്യമുള്ള മനുഷ്യരുണ്ട്, അവർക്ക് നമ്മൾ ആരോഗ്യം കൊടുക്കുക എന്നുള്ളത്. നമ്മുടെ എന്താണോ ആവശ്യമുള്ളത് അത് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് പലപ്പോഴും സഹായിക്കാൻ നമ്മൾ പലപ്പോഴും തയ്യാറല്ല എന്നുള്ളതാണ്. ഓരോ റമദാനുകൾ തുടങ്ങുമ്പോഴും നമുക്ക് കോളുകൾ വരുന്നില്ലേ, ഈ പ്രാവശ്യം ഇഫ്താർ കിറ്റ് കിട്ടുമോ എന്ന് ചോദിച്ചിട്ട്. അതെന്താ കോള് വരുന്നത്? ചോദിക്കാൻ അവർക്ക് മടിയുണ്ട്. ഒരു മടിയോടുകൂടി അല്ലാതെ ആരും ചോദിക്കണില്ല അത്. എന്നാൽ അവർ ചോദിക്കും, ആ മടി ഉള്ളിലുണ്ടെങ്കിലും ചോദിക്കും. അവർക്ക് അറിയാം അത് കിട്ടിയില്ലെങ്കിൽ ഈ റമദാൻ അത് നല്ലപോലെ കടന്നു പോകില്ലെന്ന്. നമ്മുടെ കുട്ടികൾ പട്ടിണി കിടക്കുന്ന അവസ്ഥയുണ്ടാകും എന്ന പേടി കൊണ്ടാണ് ആ ചോദ്യം. അല്ലെങ്കിൽ അങ്ങനെ റമദാൻ കഴിഞ്ഞ് പെരുന്നാളിലേക്ക് ഇങ്ങനെ അടുക്കാൻ നേരത്ത് വിളി വരും, ഈദ് കിസ്മിൻ്റെ കൂപ്പൺ കിട്ടുമോ, 2 കൂപ്പൺ കിട്ടുമോ എന്ന് ചോദിച്ച് വിളിക്കും. അതെന്താ അവർ വിളിക്കണത്? അവർക്കറിയാം ആ കൂപ്പൺ കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പെരുന്നാൾ നമ്മുടെ മക്കൾ വസ്ത്രം ധരിക്കൂല എന്ന്. അങ്ങനെ ജീവിതത്തിൻ്റെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിരന്തരം പ്രയാസം അനുഭവിക്കുന്ന ഒട്ടനേകം മനുഷ്യർ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട് എന്ന് മറന്നു പോകരുത്. അവരെയും നമ്മുടെ ഭാഗമായി അവരെയും സഹായിച്ച് അവർക്കും നമ്മൾ നല്ല നല്ല സഹായങ്ങൾ ചെയ്തു കൊടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഒരു കുട്ടിയുടെ കൈകളിലേക്ക് അല്ലെങ്കിൽ ഒരു പിതാവിൻ്റെ കൈകളിലേക്ക് ഒരു കൂപ്പൺ കൊടുത്ത് അയാളുടെ മനസ്സിൽ വിരിയുന്നൊരു പുഞ്ചിരി ഉണ്ടാകും, അല്ലെങ്കിൽ ആ കുട്ടിയുടെ മുഖത്ത് വിരിയുന്നൊരു അതിലൂടെ കിട്ടുന്നൊരു ആവേശമൊന്നും നമുക്ക് മറ്റൊരിടത്തുനിന്നും കിട്ടൂല. അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയാന്നുള്ള. ഒരു മനുഷ്യൻ്റെ കണ്ണുനീരകറ്റിക്കളഞ്ഞാൽ, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് സന്തോഷം പകർത്താൻ നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഈമാൻ വർദ്ധിക്കുന്നൊരവസ്ഥയുണ്ടാകും എന്നുള്ളതാണ്. 10ാമത്തെ കാര്യം, നമ്മൾ നല്ല അറിവുകൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈമാൻ വർദ്ധിപ്പിക്കാൻ ഈ ദീനിനെ, ഈ മതത്തെ ആഴത്തിൽ പഠിക്കുക എന്നുള്ളതാണ് മറ്റൊരു പരിഹാരം. ഞാൻ ഉപദേശങ്ങൾ കേൾക്കാൻ ആദ്യം പറഞ്ഞു, അതല്ല ഇപ്പോൾ പറയണത്. നമ്മൾ ദീനിനെ ആഴത്തിൽ പഠിക്കുക. നമ്മളിങ്ങനെ എന്നും അറിഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടാവും, അന്ന് മദ്രസയിൽ നിന്ന് പഠിച്ചതേക്കാം, അതും പിന്നെ മറന്നു പോവില്ല, പിന്നെ അതിനേക്കാളും പഠിക്കൂല. അതാണ് നമ്മളൊരവസ്ഥ. അതിനേക്കാളും കുറച്ചധികം പഠിക്കണം നമുക്ക് തോന്നില്ല, പണ്ട് പഠിച്ചത് മറന്നു പോവില്ല, അതിപ്പോഴും ഇങ്ങനെ കൊണ്ടുനടക്കും, അതുതന്നെയാണ് മുഴുവൻ എന്ന് വിചാരിക്കും. ഇന്നത്തെ ദീനിൻ്റെ കുറേ കാര്യങ്ങൾ, അതിൻ്റെ ശാഖാപരമായ, അതിൻ്റെ അസുലിയായ കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒട്ടനേകം ദീന് വിശാലമാണ്, പക്ഷെ അത് പഠിക്കൂല എന്നുള്ളതാണ് പ്രശ്നം. അത് പഠിക്കാൻ ദീന് കുറച്ച് ആഴത്തിൽ, അതിങ്ങനെ വേറെ ഏതോ കുറച്ച് മൗലവിമാർക്കുള്ള, അത് കുറച്ച് അറബി കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമുള്ള സംഭവമാണ് എന്ന് വിചാരിക്കുന്നിടത്താണ് നമ്മൾ പ്രശ്നം. കുറച്ചുകൂടി ദീനിനെ ആഴത്തിൽ പഠിക്കാൻ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് അള്ളാഹിനെ കുറിച്ചാണ്. അള്ളാഹിനെ കുറിച്ച് തന്നെ ശരിക്കും പഠിക്കുക. ആദ്യം പഠിച്ച് തീർക്കേണ്ട പഠിപ്പതാണ് അള്ളാഹിനെ കുറിച്ച് ശരിക്കും പഠിക്കുക. ഒരാൾ അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അവൻ്റെ അസ്മാഉ വ സിഫാത്തുകളിലൂടെയാണ് അള്ളാഹിനെ മനസ്സിലാക്കാൻ കഴിയുക. നമ്മൾ ആദ്യം പഠിക്കണം അള്ളാഹിനെക്കുറിച്ച് ശരിക്കും പഠിച്ചാൽ തന്നെ ഈമാൻ ശരിക്കും വർദ്ധിക്കും. അള്ളാഹുവിനെക്കുറിച്ച്, അവൻ്റെ കഴിവും അവൻ്റെ പ്രതാപവും അവൻ്റെ ഇടപെടലുകളും ഓരോ മനുഷ്യരിലേക്കും അവൻ ഇടപെടുന്നത് എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ തവക്കുലും നമ്മുടെ തഖ്വയും ഈമാനൊക്കെ ശരിക്കും വർദ്ധിക്കും. ഇങ്ങനെ ഓരോ നിയമങ്ങളെക്കുറിച്ചും ഇസ്ലാമിൻ്റെ എല്ലാ അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഈമാൻ വലിയ തോതിൽ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മൾ സഹോദരന്മാരെ, നമ്മൾ ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാകണം എന്നുള്ളതാണ്. നമ്മളെല്ലാ കാലത്തും ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ അതിങ്ങനെ യാന്ത്രികമായിട്ട് ജീവിച്ചു പോയാൽ മതി എന്ന് വിചാരിക്കരുത്. പരിശുദ്ധ റമദാൻ അവസാനിക്കുമ്പോൾ നമ്മൾ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുക. ഈ റമദാനിൽ ഉണ്ടായൊരു ആവേശം പലപ്പോഴും നമുക്ക് ഈ മാസം കഴിഞ്ഞാൽ ഉണ്ടാകില്ല, അത് സ്വാഭാവികമാണ്. പക്ഷെ അത് പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ ഉണ്ടാകരുത്. റമദാൻ ഓതിയത്ര നമ്മൾ ഖുർആൻ പിന്നീട് ഓതുക ചോദിച്ചാൽ അതൊരിക്കലും ഉണ്ടാകലില്ല. അങ്ങനെ എല്ലാ ദിവസവും റമദാൻ ഓതിയതുപോലെ ഇങ്ങനെ ഓതി തീർക്കുകയെന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ഒരു കൃത്യമായ തീരുമാനമെടുത്ത് വലിയ പേജുകൾ ഓതി തീർക്കുന്ന അവസ്ഥ ഉണ്ടാകണം. പറ്റ ഖുർആനിനോട് ബന്ധം അവസാനിപ്പിച്ച് പിന്നീട് തീരെ ഓതാത്തൊരവസ്ഥയിലേക്ക് പോകരുത്. രാത്രി നമസ്കാരങ്ങൾ ഇന്നത്തോടുകൂടി അവസാനിച്ച് പിന്നെ ഒരിക്കലും നമസ്കരിക്കാത്ത ഒരവസ്ഥയുണ്ടാകരുത്. ഇനിയും നോമ്പുകൾ കടന്നു പോകുന്നു, ആ നോമ്പുകൾ എടുത്തു തീർക്കാൻ നമുക്ക് സാധിക്കണം. അത് നഷ്ടപ്പെട്ടു പോയ ഏതെങ്കിലും നോമ്പുണ്ടെങ്കിൽ അത് തീർക്കാന്നതിനപ്പുറത്ത് സുന്നത്തായ നോമ്പിലേക്ക് കൂടി കടക്കാൻ ശ്രമിക്കുക. 6 നോമ്പ് വരുന്നു,
എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് സുന്നത്താണ്. എല്ലാ അറബി മാസവും 13, 14, 15 നോമ്പുകൾ സുന്നത്താണ്. ഇങ്ങനെ ധാരാളം സുന്നത്തായ നോമ്പുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ നോമ്പുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുക എന്നുള്ളതാണ് മറ്റൊരു പരിഹാരം. ഇങ്ങനെ നമ്മൾ ഈ റമദാനിൽ കിട്ടിയതിൻ്റെ ആവേശം അത് നഷ്ടപ്പെട്ടു പോകാതെ നമ്മുടെ ആരാധനകളത് പ്രതിഫലിച്ച് നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായി അതുണ്ടായി മുന്നോട്ട് കൊണ്ടുപോകുന്നൊരവസ്ഥ ഉണ്ടാക്കി തീർക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ഈമാൻ വർദ്ധിപ്പിക്കാനൊരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും സംഭവിച്ചു പോകുന്ന ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ കടന്നു പോകുമ്പോൾ അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്ന നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു സാധുക്കളായ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് നന്മകൾക്ക് സമയം കൊടുത്തിട്ടുണ്ടാകും. ധാരാളം ഖുർആൻ പാരായണം ചെയ്യുന്നു, സ്വതക്കകൾ കൊടുത്തു, അതേപോലെ തന്നെ നമസ്കരിച്ചു, നമ്മൾ നോമ്പുകൾ കൃത്യമായി എടുത്തു. അള്ളാഹു എല്ലാം പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. അതിലൂടെ സ്വർഗം കരസ്ഥമാക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് മനുഷ്യരുണ്ട്. അവിടെ കബറിടങ്ങൾ അള്ളാഹു സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം മനുഷ്യർ, വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ, കേട്ടുകേൾവിയില്ലാത്ത രോഗങ്ങൾ കൊണ്ടൊക്കെ നിരന്തരം പ്രയാസം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥന കൊണ്ട് വസീയത്ത് ചെയ്യുന്ന ധാരാളം മനുഷ്യരുണ്ട്. എല്ലാവരുടെയും അസുഖങ്ങൾ അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. അവരുടെ ആഗ്രഹങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. സാമ്പത്തികമായി ശാരീരികമായി പ്രയാസപ്പെടുന്ന ധാരാളം മനുഷ്യരുണ്ട്. എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർ വാലിദീന മിനന്നാർ, അല്ലാഹുമ്മ അജിർ അസാതിദനാ മിനന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ. അസ്സലാമു അലൈക്കും.